أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അമലുകളിൽ നിന്ന് ഖാലിസായതിനെ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നിയ്യത്ത് നന്നാവുകയും അള്ളാഹുവിന് വേണ്ടി മാത്രം അമല് ചെയ്യുകയും ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്ന ഒരു മെസ്സേജാണ് വളരെ പ്രധാനമായി ഇന്നത്തെ ഈ വിഷയത്തിൽ നിങ്ങളുമായി എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ രസകരമായ ഒരു ചരിത്രം. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന ഉമവി ഭരണകൂടത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയുടെ കാലത്ത് സംഭവിക്കുകയാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ശേഷമാണ് ഉമവി ഭരണകൂടം അധികാരത്തിൽ കടന്നു വരുന്നത്. ഉമവി ഭരണകൂടം എന്ന് പറയുന്നത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയാണ്. ഏകദേശം 90 വർഷത്തോളാണ് ആ ഒരു കുടുംബം ഇസ്ലാമിക സാമ്രാജ്യത്തെ ഭരിക്കുന്നത്. 661 തുടങ്ങി 750 വരെ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടമായിരുന്നു. അതിലെ പ്രമുഖനായ ഭരണാധികാരിയാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഖുസൈമത്ത് ഇബ്നു ബിശ്ർ എന്ന് പറയുന്ന ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നന്നായി ദാനധർമ്മം ചെയ്യുന്ന, ഉദാരമായി ജനങ്ങളെ സഹായിക്കുന്ന, പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം കൊടുത്ത് ദരിദ്രനായി മാറാൻ കയ്യിലുണ്ടായ മുഴുവൻ സമ്പാദ്യങ്ങളും പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് നൽകി സഹായിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർ അദ്ദേഹത്തെ കൈവിട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ പലരും അദ്ദേഹത്തെ കൈവിട്ടു. അവസാനം
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കടം കുന്നുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു വിഷയം ഇക്രിമത്തുൽ ഫയ്യാൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജസീറയിലെ ഗവർണർ ഇക്രിമത്തുൽ ഫയ്യാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അറിയുകയും ഹുസൈമത്ത് ബിൻ ബിശ്ർ എന്നവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ജനങ്ങളിൽ നിന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന അതിയായ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. നാട്ടുകാരോടൊക്കെ ചോദിച്ചു, അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നില്ലേ, പാവങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്ന ഒരു സാമൂഹിക സേവനം ചെയ്യുന്ന ആളായിരുന്നില്ലേ, ഇപ്പം അങ്ങനെ ആയിപ്പോയി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന ചിന്തയോടെ അന്നു രാത്രി 4000 ദീനാർ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം ഒരു കവറിൽ, ഒരു കീസിൽ അദ്ദേഹം കളക്ട് ചെയ്ത് രാത്രി ഭാര്യ ഉറങ്ങിക്കിടക്കെ ഭാര്യ പോലും അറിയാതെ വീട്ടിൽ നിന്ന് തൻ്റെ ഖാദിമിനെയും കൂട്ടി ഇറങ്ങി. അങ്ങനെ ഹുസൈമത്ത് ബിൻ ബിശ്ർ എന്നവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തൻ്റെ ഖാദിമിനോട് പറഞ്ഞു, നീ മാറി നിൽക്ക്, ഞാൻ പോയി വരാം. ഖാദിമിനറിയില്ല എന്തിനാണ് അവിടെ പോകുന്നത്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഖാദിമിനറിയില്ല. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറുമായി ഇക്രിമത്തുൽ ഫയ്യാൽ അർദ്ധരാത്രി തൻ്റെ സുഹൃത്ത് ഹുസൈമയുടെ വാതിൽ മുട്ടുന്നുണ്ട്. മുഖംമൂടിയൊക്കെ ധരിച്ച വരുന്ന് വാതിൽ മുട്ടി പരിചയമില്ലാത്തതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതാ ഒരു കവറുണ്ട്, നിങ്ങളുടെ കടം വിട്ടാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഹുസൈമത്ത് ബിൻ ബിശ്ർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, കൂടുതൽ പറയാൻ കഴിയില്ല. അന ജാബിറു അസ്റാത്തിൽ കിറാം, മാന്യന്മാരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആളാണ് ഞാൻ. പേര് പറഞ്ഞില്ല, ഞാൻ മാന്യന്മാരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആളാണ്. അപ്പോൾ പറഞ്ഞു, സിദിനി, കുറച്ചും കൂടി വിശദീകരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരൂ, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമെങ്കിൽ ഞാൻ രാവിലെ വന്നാൽ പോരെ, എനിക്ക് ഈ അർദ്ധരാത്രി വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഹുസൈമത്ത് ബിൻ ബിശ്ർ കയ്യിലുണ്ടായിരുന്ന ആ ഖബറും കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് പോയി, ഞങ്ങളെ സഹായിക്കാൻ അള്ളാഹു ആരെയോ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഖൂമി ഫസ്റുജി, എണീറ്റിട്ട് ആ വിളക്ക് കത്തിക്ക്, നമുക്ക് എത്രയുണ്ട് എന്ന് എണ്ണി നോക്കാം. അദ്ദേഹം പറഞ്ഞു, ലാ സബീല ഇല സിറാജ്, വിളക്ക് കത്തിക്കാനുള്ള പണം പോലും വീട്ടിലില്ല, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും വീട്ടിലില്ല, നമുക്ക് രാവിലെ നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം രാവിലെയാണ് ഇത് എണ്ണി നോക്കുന്നത്. നോക്കുമ്പോൾ 4000 ദീനാർ അദ്ദേഹത്തിന് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ കൊടുത്തു പോയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ കടങ്ങളൊക്കെ കൊടുത്തുവിട്ടി, എല്ലാ കടങ്ങളും കൊടുത്തുവിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറി. ഇക്രിമത്തുൽ ഫയ്യാലാണെങ്കിൽ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ വീട്ടിൽ വലിയ പ്രശ്നമാണ്. ഭാര്യ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയി ഇദ്ദേഹത്തെ തേടാണ്, എവിടെ ഭർത്താവ്? ഭർത്താവ് വരുമ്പോൾ ക്ഷോഭിച്ചു നിൽക്കുന്ന, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാര്യയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. എന്താവശ്യം? ഭാര്യമാർക്ക് ആവശ്യങ്ങളൊക്കെ കൃത്യമായി അറിയേണ്ടി വരും. എന്താവശ്യം എന്ന് വെച്ചാൽ അതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ വല്ലാതെ ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഈ രാത്രി അർദ്ധരാത്രി ഭാര്യ അറിയാതെ, ഖാദിമറിയാതെ, നിങ്ങൾ എവിടുക്കാ രാത്രി ഒറ്റയ്ക്ക് പോകുന്നത്? വേറെ ഭാര്യയുടെ അടുത്തേക്കല്ലാതെ വേറെ എവിടേക്കാ നിങ്ങൾ പോവാ? നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വല്ലാതെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഭാര്യ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം, പക്ഷെ നീ ഇതാരോടും ഷെയർ ചെയ്യാൻ പാടില്ല, ഞാനും നീയുമല്ലാതെ വേറെ ഒരാളും ഇതറിയാൻ പാടില്ല. ഫക്തുമീഹി, നീ ഇത് മറച്ചു വെക്കണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ മറച്ചു വെക്കാം. അങ്ങനെ ഭാര്യയോട് ഈ രഹസ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഹുസൈമ തൻ്റെ കടങ്ങളൊക്കെ വീട്ടി ഭരണാധികാരി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിനെ കാണാൻ ഫലസ്തീനിൽ ചെന്നു. പാറാവുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കാരണം ഹുസൈമത്ത് ബിൻ ബിശ്ർ വലിയ പേരുകെട്ട ആളാണ്.
അദ്ദേഹത്തെ സ്വീകരിച്ചു, കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ രാജാവ് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇത്ര കാലം ഇവിടെ കണ്ടില്ലല്ലോ? അപ്പോൾ പറഞ്ഞ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പം ഇങ്ങനെ പ്രതിസന്ധി മാറി. എന്നെ ഒരാൾ രാത്രി വന്ന് സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ നാടെനിക്കറിയില്ല. അദ്ദേഹം എന്നോട് ഒരൊറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ജാബിറു അസറാത്തിൽ കിറാം, മാന്യന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കത് ആരാണെന്നറിയില്ല എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ 4000 സ്വർണ്ണ നാണയം എനിക്ക് തന്ന അദ്ദേഹം പോയി. അങ്ങനെ ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഈ രാജാവ് ഹുസൈമയെ നേരത്തെ പറഞ്ഞ ആ ജസീറയുടെ ഗവർണറാക്കാൻ പോവാണ്. ആ ജസീറയിലാണ് ഇദ്ദേഹത്തെ സഹായിച്ച ഇക്രിമ ഗവർണറായിരിക്കുന്നത്. ഇദ്ദേഹത്തെ 4000 ദീനാർ കൊണ്ട് സഹായിച്ച ഇക്രിമ ഗവർണറായ ജസീറയിൽ ഹുസൈമത്ത് ബിൻ ബിഷർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഗവർണറാക്കാൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തീരുമാനിച്ചു. അപ്പൊ സുഹൃത്ത് ഹുസൈമ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇക്രിമത്തുൽ ഫയ്യാൽ എന്നവരും കൂട്ടരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു. എന്നിട്ട് ഇക്രിമത്തുൽ ഫയ്യാൽ എന്ന് പറയുന്ന തന്നെ സഹായിച്ച വ്യക്തിയുടെ ഡ്യൂട്ടി ഹുസൈമ ഏറ്റെടുക്കാൻ. ഇക്രിമ ഇവിടുന്ന് പിരിഞ്ഞുപോയി, ഇദ്ദേഹം ഡ്യൂട്ടി ഏറ്റെടുത്തു. ഡ്യൂട്ടി ഏറ്റെടുത്ത ശേഷം ഇതുവരെയുള്ള ഇടപാടും കണക്കും സാമ്പത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കൗണ്ടിങ് ചെയ്ത് നോക്കുമ്പോൾ 4000 സ്വർണ്ണ നാണയം ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് കണ്ടു. ഉടനെ തന്നെ ഇക്രിമയെ വിളിച്ചു. ഇവിടെ 4000 ദീനാർ മിസ്സിംഗ് ആണ്, എവിടെ പോയി? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹത്തെ വിസ്തരിച്ചു, കോടതിയിലേക്ക് കൊണ്ടുവന്നു, ചോദ്യം ചെയ്തു. എനിക്കറിയില്ല എന്ന്. അദ്ദേഹം ഒരിക്കലും ഞാൻ നിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്കതറിയില്ല. അങ്ങനെ ഇക്രിമത്തുൽ ഫയ്യാൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഖയ്യാമം വെച്ച് ബന്ദിയാക്കി ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. 1 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. വലിയ പ്രയാസമുണ്ടായി. 1 മാസക്കാലം ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നും മിണ്ടിയില്ല. കാരണം ഇത് ആരോട് പറയരുത് എന്ന് പറഞ്ഞതല്ലേ, ആർക്കും അറിയില്ലല്ലോ. 4000 സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉത്തരവാദി അവിടുത്തെ ഗവർണറാണ്. അപ്പോൾ ഗവർണറെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1 മാസം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ അദ്ദേഹത്തിൻ്റെ ഖാദിമായ സർവൻറ്റിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വേഗം ജസീറയിൽ പോകണം, ഹുസൈമയെ കാണണം, ഹുസൈമയോട് വളരെ രഹസ്യമായി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സേവകൻ പറഞ്ഞതുപോലെ ഗവർണറായ ഹുസൈമയെ കണ്ടു. എന്നിട്ട് ഹുസൈമയോട് ചോദിച്ചു, മാ കാന ഹാദാ ജസാഉ ജാബിറു അസറാത്തിൽ കിറാം മിൻക്, നിങ്ങളെ സഹായിച്ച, നിങ്ങൾക്ക് വേണ്ടി വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയ ജാബിറു അസറാത്തിൽ കിറാം എന്ന് പറയുന്ന പാവങ്ങളുടെ രക്ഷകനായ ഈ മനുഷ്യനോട് നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് രഹസ്യമായി ഹുസൈമ എന്ന് പറയുന്ന ആ ഗവർണറോട് ഈ സേവകൻ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഹുസൈമ ഉടനെ തന്നെ പറഞ്ഞു, വാ സൗഅത്താ, കുറച്ചോനെ ഞാൻ എന്താ ഈ ചെയ്തത്? ഇതാണോ ഈ ജാബിർ അസറാത്തിൽ കിറാം? ഇക്രിമയായിരുന്നോ? സ്വന്തം സുഹൃത്തുക്കളാണ് രണ്ടുപേരും. ഇക്രിമയായിരുന്നോ എന്നെ രഹസ്യമായി സഹായിച്ച ആൾ? എന്നിട്ട് 1 മാസക്കാലം ജയിലിൽ കിടന്നിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞില്ലല്ലോ. ഉടനെ തന്നെ അദ്ദേഹം വാഹനം വിളിച്ചു, ജയിലറയിലേക്ക് പോയി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിൽ വീണ് കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കയ്യാമം വെച്ചതുപോലെ 1 മാസം ഞാനും ജയിലിൽ കിടക്കട്ടെ, എന്നെയും കയ്യാമം വെക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഉഖ്സിമു അലൈക ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഈ പറയപ്പെട്ട ഭരണാധികാരി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരിയെ കാണുകയും അദ്ദേഹത്തിന് ഈ ആരാണ് ഈ സഹായിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇതാണ് ഈ ജാബിർ അസറാത്തിൽ കിറാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 10,000 ദീനാർ 10,000 സ്വർണ്ണ ദീനാർ ഈ ഇക്രിമത്തുൽ ഫയ്യാദിന് കൊടുക്കാൻ ഖലീഫ പ്രഖ്യാപിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ വേറൊരു ഉത്തരവാദിത്വം, വേറൊരു അധികാരം അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഇവിടെ
നമ്മുടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളൊരാളെ സഹായിക്കുന്നുവെങ്കിൽ, നമ്മളൊരാളെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ അത് നമ്മൾ പേരിനാകരുത്, നമ്മൾ ആളുകൾ കാണാനാവരുത്, ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും അധികാരവും സ്ഥാനവും ലഭിക്കാൻ വേണ്ടിയാവരുത്. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം സഹായിക്കുക എന്നാണ് ആമുഖമായി ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്നവർ പറയാണ്, ലാ അഅലമു റജുലൻ അഹബ്ബ അൻ യുഅറഫ ഇല്ലാ ദഹബ ദീനുഹു വഫ്തലഹ്. ഒരാൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ, പേര് വേണമെന്നൊരാൾ ആഗ്രഹിച്ചാൽ, ലാ അഅലമു റജുലൻ അഹബ്ബ അൻ യുഅറഫ, പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാൻ ചെയ്യുന്ന അമലുകൾ നാലാളുകൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇല്ലാ ദഹബ ദീനുഹു വഫ്തലഹ്, അയാളുടെ ദീൻ അയാളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നും ജനങ്ങളുടെ ഇടയിൽ അയാൾ വഷളാകുമെന്നും മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലാ യജിദു ഹലാവത്തൽ ആഖിറ, നാളെ പാരത്രിക ലോകത്തെ മാധുര്യം ഒരാൾക്കും ആസ്വദിക്കാൻ കഴിയില്ല. റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു നാസ്, ജനങ്ങളുടെ ഇടയിൽ പേര് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് പാരത്രിക ലോകത്തെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന് മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു 1000 രൂപ, ഒരു 10,000 രൂപ സഹായിച്ചാൽ, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും അമലുകൾ ചെയ്താൽ അത് നാട്ടുകാർ അറിയണമെന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ നിന്ന് മാറണം. നമ്മളും അല്ലാഹുവും അല്ലാതെ വേറെ ഒരാളും അറിയാൻ പാടില്ല. നമ്മുടെ അമലുകൾ രഹസ്യമാവണം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ലാ തഅമൽ ലിതുദ്കറ, പേര് കിട്ടാൻ വേണ്ടി നമ്മൾ ആരും പണിയെടുക്കരുത്, പേരിന് വേണ്ടി പണിയെടുക്കരുത്. ഉക്തുമിൽ ഹസനത കമാ തക്തുമുസ് സയ്യിഅ, എങ്ങനെയാണോ തെറ്റിന് നീ മറച്ചു വെക്കുന്നത് അതേപോലെ നന്മയെയും മറച്ചു വെക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ തിന്മകളെ മറച്ചു വെക്കാറില്ലേ? കള്ളു കുടിക്കുമ്പോൾ നാട്ടുകാരറിയാറുണ്ടോ? വ്യഭിചരിക്കുമ്പോൾ നാട്ടുകാരറിയാറുണ്ടോ? ഹറാം ചെയ്യുമ്പോൾ നാട്ടുകാരെ കാണിച്ചിട്ടാണോ ചെയ്യുന്നത്? രഹസ്യമായിട്ടല്ലേ നമ്മൾ തെറ്റു ചെയ്യാറുള്ളത്, ആരും അറിയാതെ വളരെ രഹസ്യമായി. അതേപോലെ തെറ്റുകൾ രഹസ്യമാക്കുന്നത് പോലെ നന്മകളും രഹസ്യമാക്കണമെന്ന് മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്. മഹാന്മാരായ വഖാന അയ്യൂബ് സഖ്തിയാനി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, യഖൂമുൽ ലൈല കുല്ലഹ, രാത്രി മുഴുവനും അദ്ദേഹം നിന്ന് നിസ്കരിക്കും. യഖൂമുൽ ലൈല കുല്ലഹ, രാത്രി മുഴുവനും അദ്ദേഹം നിന്ന് നിസ്കരിക്കും. ഫയുഖ്ഫി ദാലിക, അദ്ദേഹം അത് മറച്ചു വെക്കും, ഒരാളും അറിയാതെ വളരെ രഹസ്യമാക്കി മറച്ചു വെക്കും. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ നാട്ടുകാരറിയും, നമ്മൾ ഖുർആൻ ഓതിയാൽ നാട്ടുകാരറിയും, നമ്മൾ നോമ്പെടുത്താൽ നാട്ടുകാരറിയും, നമ്മൾ സ്വതഖ ചെയ്താൽ നാട്ടുകാരറിയും. എന്നാൽ മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കും. ഫയുഖ്ഫി ദാലിക, അദ്ദേഹം അത് ആരോടും പറയില്ല, വളരെ രഹസ്യമാക്കി വെക്കും. എങ്ങനെയാ രഹസ്യമാക്കുന്നത്? ഫൈദാ കാന ഇൻദ സുബ്ഹി റഫഅ സൗതഹു, സുബ്ഹിയുടെ സമയമായാൽ, സുബ്ഹിയോടടുത്ത സമയമായാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവരുടെ കൂടെ കിടന്നുറങ്ങും. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങും. സുബ്ഹിയുടെ സമയമാകുമ്പോൾ ആ സമയത്തുണരുന്നത് പോലെ കഅന്നഹു കാമത്തിൽ ഖസ്സാഅ, ഈ സമയത്ത് ഉറങ്ങി എണീക്കുന്നത് പോലെ, ഉറക്കൽ നിന്ന് എണീക്കുമ്പോൾ ഒരാൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം രാത്രി എണീറ്റ് രണ്ടാമതും നിസ്കരിക്കാൻ ചെല്ലും. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കും, എല്ലാവരും ഉറങ്ങായിരിക്കും. ആ സമയത്ത് ആരും അറിയാതെ പാത്തും പതുങ്ങിയും വന്ന് 2 റക്അത്ത് നിസ്കരിക്കും അദ്ദേഹം. എന്നിട്ട് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സമയത്തിൻ്റെ തൊട്ടുമ്പ് ഭാര്യയോട് കൂടെ, അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുന്നത് അവരുടെ കൂടെ കിടന്നുറങ്ങും. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ എല്ലാവരും എണീക്കും. ഇദ്ദേഹവും ആ ഉറക്കച്ചടവോടുകൂടി ഇങ്ങനെ ഉറക്കൊക്കെ മാറിയതുപോലെ ഒച്ച വെച്ച് കോട്ടുവായക്കിട്ട് അദ്ദേഹം എണീറ്റ് രണ്ടാമത് നിസ്കരിക്കാൻ തുടങ്ങും. ഇദ്ദേഹം ഇതുവരെ ഉറങ്ങുകയായിരുന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുക. അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു എന്ന് ഇദ്ദേഹത്തിനും പഠിച്ചോന്നും അല്ലാതെ വേറെ ഒരാൾക്ക് അറിയില്ല. വകാന ഇബ്നു സീരീൻ, മഹാനായ ഇബ്നു സീരീൻ എന്നവർ യളഹഖു ബിന്നഹാർ,
പകലിൽ മുഴുവനും ചിരിക്കുകയും ഫഇദാ ജന്നൽ ലൈൽ ഫകഅന്നഹു ഖുതില അഹ്ലുൽ ഖറിയ, രാത്രി മുഴുവനും കരയുകയും ചെയ്യും. രാവിലെ ആയാൽ ഇങ്ങനെ ചിരിച്ചു നടക്കും. രാവിലെ വലിയ തഖ്വയിൽ ഇങ്ങനെ നടക്കൂല. ആളുകളുടെ മുമ്പിൽ അഭിനയിച്ചും പ്രകടനം കൊണ്ടും നടക്കൂല. സാധാരണക്കാരനെ പോലെ തമാശക്ക് പറഞ്ഞ് ചിരിച്ചു നടക്കും. കാന യൽഹഖു ബിന്നാർ, ഇബ്നു സിരീൻ എന്നവർ യൽഹഖു ബിന്നഹാർ, പകലിൽ ജനങ്ങളുടെ ഇടയിൽ ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ ജീവിക്കും. ഫഇദാ ജന്നൽ ലൈൽ, രാത്രിയായാൽ ഫകഅന്നഹു ഖുതില അഹ്ലുൽ ഖറിയ, ആ നാട്ടുകാർ മുഴുവനും കൊല്ലപ്പെട്ടതുപോലെ, ആ നാട്ടുകാർ മുഴുവനും മരിച്ചതുപോലെ അദ്ദേഹം പൊട്ടി പൊട്ടി കരയും സുബഹി വരെ. എന്തിനാണ് ഈ രാത്രി കരയുന്നത്? തൻ്റെ കരച്ചിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി, തൻ്റെ കരച്ചിൽ ആരും കാണാതിരിക്കാൻ വേണ്ടി, ഏകാന്തമായ സമയത്ത് അല്ലാഹുമായുള്ള ആരാധനയിൽ മുഴുകാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അമലുകൾ ഒരുപാട് സംഘടിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹമ്മാദ് ഇബ്നു സയ്യിദ് എന്നവർ പറയാണ്, വകാന അയ്യൂബ് സഖ്തിയാനി എന്നവർ റുബ്ബമാ ഹദ്ദസ ബിൽ ഹദീസ്, ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫയരിഖു, അദ്ദേഹത്തിന്റെ ഖൽബ് ലോലമാകും, അങ്ങനെ കരയാൻ തുടങ്ങും. ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ വഅദ് പറയുമ്പോൾ അറിയാതെ ഖൽബ് ലോലമായി അദ്ദേഹം കരയാൻ തുടങ്ങും. ഫയൽതഫിതു, അങ്ങനെ കരച്ചിൽ വന്നാൽ ഫയൽതഫിതു, അദ്ദേഹം സദസ്സിലുള്ള ആളുകൾ കാണാതെ മൂക്ക് ചിന്തുന്നത് പോലെ ജലദോഷമായി അഭിനയിക്കും. ഇത് ഞാൻ കരഞ്ഞതാണ് എന്ന് നാട്ടുകാരറിയരുത്, ഇത് ഞാൻ കരഞ്ഞതാണ് എന്ന് ഓഡിയൻസ് അറിയരുത് എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ജലദോഷമുള്ളതുപോലെ മൂക്ക് ചീന്തി എന്തൊരു ജലദോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കരച്ചിലിനെ ജലദോഷം എന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അഭിനയിക്കും, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് കരച്ചിലല്ല, ഇതറിയാതെ ജലദോഷം കൊണ്ട് വന്നുപോയ തുമ്മലാണ്, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് വെള്ളം വന്നതാണ് എന്നൊക്കെ അദ്ദേഹം പറയും. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഇദാ ഇൻ കാന അർറജുലു ലയജ്ലിസുൽ മജ്ലിസ ഫതജിഉഹു ഇബ്റതുഹു ഫയറുദ്ദുഹാ. മഹാനായ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹസനുൽ ബസ്രി തങ്ങളും ഇതേപോലെ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇബ്റത്ത് വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ വരും. അല്ലാഹുവിനെ ഓർത്തിട്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓർത്തിട്ട് കരച്ചിൽ വരും. ഹദീസുകൾ പറയുമ്പോൾ കരച്ചിൽ വരും. അങ്ങനെ കരച്ചിൽ വന്നാൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ഒന്നും ഇതുവരെ സംഭവിക്കാത്തതുപോലെ, വേറെന്തെങ്കിലും ജലദോഷമുള്ളതുപോലെ അഭിനയിച്ച്, വേറെന്തെങ്കിലും ആക്ടിങ് കാണിച്ച്, ഇത് ഞാൻ കരഞ്ഞതല്ല, ഇത് ജലദോഷത്തിന്റെ അസുഖത്തിന്റെ ഭാഗമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല അബൂ ഹാസിം എന്നവർ പറഞ്ഞു, ഉക്തും ഹസനാതിക അശദ്ദ മിമ്മാ തക്തുമു സയ്യിആതിക. നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം തിന്മകൾ നീ മറച്ചു വെക്കുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ നന്മയെ മറച്ചു വെക്കണമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ലഅൻ യസ്തുറ റജുൽ, ഒരു പുരുഷൻ സുഹുദ, അദ്ദേഹത്തിന്റെ ത്യാഗത്തെ മറച്ചുവെക്കലാണ്, ഖൈറുൽ ലഹു മിൻ അൻ യൽഹറ, അത് പരസ്യമാക്കുന്നതിനേക്കാളും നല്ലത് അത് രഹസ്യമാക്കി വെക്കലാണ്. നമ്മൾ സുന്നത്ത് നോമ്പെടുത്താൽ അതാരും അറിയാതെ രഹസ്യമാക്കി വെക്കണം, നാട്ടുകാരറിയരുത്. നമ്മുടെ സുന്നത്ത് നിസ്കാരം നാട്ടുകാരറിയരുത്. പ്രിയപ്പെട്ടവരെ, ഫർള് നിസ്കാരമാണല്ലോ പള്ളിയിൽ നിസ്കരിക്കേണ്ടത്, അല്ലേ? ഫർള് നിസ്കാരമാണ് പള്ളിയിൽ നിസ്കരിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, മുസ്ലിമായി മരിക്കണം എന്നൊരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫല്യുഹാഫിള് അലാ ഹാദിഹി സ്വലവാതി ഹൈസു യുനാദാ ബിഹിന്ന, 5 നേരം എവിടെ നിന്നാണോ ബാങ്കിന്റെ വിളി കേൾക്കുന്നത് അവിടെ പോയി ജമാഅത്തായി നിസ്കരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരാൾക്ക് ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. ആ ഹദീസിന്റെ താഴെ നബി തങ്ങൾ പറയുന്നുണ്ട്, മുനാഫിഖീങ്ങളായ ആളുകൾക്കല്ലാതെ ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മസ്അലകൾ ഒരുപാടുണ്ട്, എക്സ്ക്യൂസുകൾ ഒരുപാടുണ്ട്. ആ എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ വഅദിൽ ആളുകളോട് പറഞ്ഞു കൊടുക്കാണ് ജമാഅത്തിന് വരാതിരിക്കാനുള്ള എക്സ്ക്യൂസ്. എന്നാൽ ആരാണ് പള്ളിയിൽ ഉണ്ടാവുക?
ചൂട് കാരണം പള്ളിയിൽ പോകണ്ടെന്ന് എക്സ്ക്യൂസ് ഉണ്ട്, മഴയുണ്ടെങ്കിൽ പള്ളിയിൽ പോകണമെന്നില്ല. അങ്ങനെ പല എക്സ്ക്യൂസും നമ്മൾക്ക് കാണാൻ കഴിയും. തണുപ്പുണ്ടെങ്കിൽ പള്ളിയിൽ പോകണമെന്നില്ല. ഈ എക്സ്ക്യൂസൊക്കെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറയാറുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഈ ഒരു വിഷയം ഞാൻ മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് തെറ്റല്ലേ, പള്ളിയിലേക്ക് ജമാഅത്തിന് പോയില്ലെങ്കിൽ മുനാഫിഖീങ്ങളുടെ അവസ്ഥ വരുമെന്ന് പറഞ്ഞ് തെറ്റല്ലേ, ഇങ്ങനെയൊക്കെ എക്സ്ക്യൂസ് ഇല്ലേ? എക്സ്ക്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആരാ പള്ളിക്ക് പോവാ? ഫുതുഹുൽ മുഈനിൽ അതിൻ്റെ താഴെ പറയുന്നുണ്ട്, അല്ലൂബിലൊക്കെ പറയുന്നുണ്ട്, ഈ എക്സ്ക്യൂസൊക്കെ ഉപയോഗിച്ച് ഒരാൾ ജമാഅത്ത് ഒഴിവാക്കുകയാണെങ്കിൽ, ഇപ്പോൾ മഴയുണ്ട് എന്ന് പറഞ്ഞ് ജമാഅത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കാരണം പറയാന്നല്ലാതെ അദ്ദേഹത്തിന് പിന്നെ എന്തില്ല, നഷ്ടപ്പെട്ടത് നഷ്ടം തന്നെയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു കാരണം പറയാം. മഹ്ശറിലെ പഠിച്ചവൻ്റെ മുമ്പിൽ, പണ്ഡിതന്മാരുടെ മുമ്പിൽ, പ്രവാചകന്മാരുടെ മുമ്പിലൊക്കെ എക്സ്ക്യൂസ് പറയാം. ചൂടായിരുന്നു, മഴയായിരുന്നു, തണുപ്പായിരുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം പറയാം. പക്ഷെ എന്നാലും അയാളുടെ നഷ്ടം വലിയ നഷ്ടമാണ്. ആ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പൊ ജമാഅത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി പള്ളിയിൽ തന്നെ നിസ്കരിക്കുക. പള്ളിയിൽ തന്നെ നിസ്കരിക്കുക. അഫ്സലുകൾ അറിഞ്ഞിട്ടൊന്നുമില്ല, കിതാബ് ഓതാഞ്ഞിട്ടുമില്ല. നമ്മളങ്ങനെ എക്സ്ക്യൂസൊക്കെ ഈ ഓരോ ചൂട്, എപ്പോഴാണ് ചൂടില്ലാത്ത, ഒന്നുകിലും ചൂടുണ്ടാവും രാവിലെ, അല്ലെങ്കിൽ മഴയുണ്ടാവും. ഈ രണ്ടവസ്ഥ ഇല്ലാതെ എന്തുണ്ടാവും? ളുഹറിനും അസറിനും ഈ രണ്ടവസ്ഥ ഇല്ലാതെ വേറെ എന്താ ഉണ്ടാവും? അല്ലെങ്കിൽ തണുപ്പുണ്ടാവും. സുബൈക്ക് തണുപ്പുണ്ടാവും. സുബൈക്ക് എപ്പോഴും തണുപ്പ് തന്നെ. തണുപ്പ് ആപേക്ഷികമാണ്. ഓരോ ആളുകൾക്ക് തണുപ്പ് ആപേക്ഷിക്കാണ്. ചില ആൾക്ക് എത്ര തണുപ്പുണ്ടെങ്കിൽ തണുപ്പ് ഫീൽ ചെയ്യില്ല, ചിലർക്ക് ചെറിയ തണുപ്പുണ്ടെങ്കിൽ തണുപ്പ് ഫീൽ ചെയ്യും. എന്താ ജമാഅത്തിന് എന്താ വരാത്ത തണുപ്പാ? എന്താ ജമാഅത്തിന് വരാത്ത ചൂടാ? എന്താ ജമാഅത്തിന് വരാത്ത മഴയാ? അങ്ങനെ ഓരോ ആളുകൾ എക്സ്ക്യൂസ് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ ആരാ ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് ആളുകൾ മസാല അറിയുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മസാലകളൊക്കെ എന്താണ്, ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കുമ്പോഴേക്കും അങ്ങനെ മസാല ഉണ്ടല്ലോ, ഇങ്ങനെ മസാല ഉണ്ടല്ലോ എന്ന് പറയണ്ട. നമ്മളതിൻ്റെ ഖൈർ നോക്കിയിട്ടാണ് പറയാം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള വാല്യൂ നമ്മൾ പറയില്ല. എന്നാൽ ഒരു വിഷയത്തിൻ്റെ ഖൈർ ഉണ്ടാകും. ഒരു വിഷയത്തിൽ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഖൈറായ ഒരു കാര്യം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വാല്യൂ പറയാറുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളൊരു വാല്യൂ ഞാൻ പറയാറില്ല. ഇത് ബുദ്ധിമുട്ടല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബാങ്ക് 5 നേരത്തെ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിൻ്റെ വിളി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം. പിന്നെ ഭാര്യയുടെ കൂടെ ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ എക്സ്ക്യൂസാണ്. ഈ എക്സ്ക്യൂസ് എല്ലാവരും ഉപയോഗിച്ചാൽ പള്ളിയിൽ മുക്കരിക്കാൻ കത്തീവ് മാത്രം നിസ്കരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ എക്സ്ക്യൂസ് ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഫർള് നിസ്കാരം നമ്മുടെ പള്ളിയിലല്ലാതെ ഒരു കാരണവശാലും നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഹദീസ്. വിവിധങ്ങൾ പറഞ്ഞു, മൻ സറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ, മുസ്ലിമായി ഈമാൻ സലാമത്തായി മരിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫല്യുഹാഫിള് അലാ ഹാദിഹി സ്വലവാതി ഹൈസു യുനാദാ ബിഹിന്ന, നിങ്ങൾ എവിടെ നിന്നാണോ ബാങ്കിന്റെ വിളി കേൾക്കുന്നത് ആ ബാങ്കിന്റെ വിളി കേൾക്കുന്ന സ്ഥലത്ത് പോയി നിസ്കരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതേപോലെ ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു വാദം പറഞ്ഞപ്പോൾ അതിനൊരുപാട് ആളുകൾ ചോദ്യം ചെയ്തു, കമ്മീഷനുമായി ബന്ധപ്പെട്ട വാദം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ? അഥവാ നമ്മൾക്ക് പറ്റുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊക്കെ ന്യായീകരിക്കുക. നമുക്ക് മടിയുള്ളതിനൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് ഉദ്ർ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക. അതാണ് പല ആളുകളുടെയും പണി. ഇപ്പൊ കമ്മീഷൻ വളരെ കർശനമായിട്ടുള്ള ഹദീസുകളുണ്ട്. അപ്പൊ ഹദീസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതിനെങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെ പറ്റുമെന്നാ നോക്കുക. എന്നാൽ ജമാഅത്തിൽ പള്ളിക്ക് പോകുന്ന വിഷയം പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റായി ജമാഅത്തിൽ പോവാതിരിക്കുന്നതിന് എങ്ങനെ ന്യായീകരിക്കാൻ നോക്കുക. ഇതെങ്ങനെ രണ്ടും വൈരുദ്ധ്യമാണ്. ഇതിനാണ് പാരഡോക്സ് എന്ന് പറയാം. നമ്മൾ അമല് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തും ചെയ്യാം. ജനങ്ങൾക്ക് മസല പറഞ്ഞു കൊടുക്കുമ്പോൾ എളുപ്പമാവണം, അതോടൊപ്പം ജനങ്ങൾക്ക് കൂടുതൽ അമല് ചെയ്യാനുള്ള അവസരം കൂടി കൊടുക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുന്നത്തുകൾ നിസ്കരിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. എന്തുകൊണ്ട്? സുന്നത്തുകൾ രഹസ്യമാക്കി നിസ്കരിക്കണം. സുന്നത്തായ നോമ്പ് രഹസ്യമാവണം, സ്വതക്ക രഹസ്യമാവണം. എന്നാൽ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒളിച്ചു നിന്ന് കൊടുക്കണ്ട, പരസ്യമായി കൊടുക്കണം. സക്കാത്ത് ആരും കാണാതെ ഇങ്ങനെ ഒളിപ്പിച്ചു കൊടുക്കണ്ട, സക്കാത്ത് പരസ്യമായിട്ട് കൊടുക്കണം. ഫർദ് നിസ്കാരം ആരും കാണാതെ രഹസ്യമായി നിസ്കരിക്കണ്ട, പള്ളിയിൽ വന്ന് പരസ്യമായി നിസ്കരിക്കണം. ഫർദ് നോമ്പ് ആരുടെയും മുമ്പിൽ രഹസ്യമാക്കണ്ട, ഫർദ് നോമ്പ് പരസ്യമാക്കണം. നിർബന്ധമായതൊക്കെ പരസ്യമാക്കാനുള്ളതാണ്, സുന്നത്തായതൊക്കെ രഹസ്യമാക്കണം. അത് ജനങ്ങൾ അറിയാതെ കഴിവിന്റെ പരമാവധി മറച്ചു വെക്കണമെന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പറയാണ്. ഒരാളുടെ സുഹൃദിനെ, ത്യാഗത്തെ, സൂഫിസത്തെ മറച്ചു വെക്കണം. ഖൈറുൽ ലഹു മിൻ അയ്യൽഹറ, അത് പരസ്യമാക്കുന്നതിനേക്കാളും നല്ലത് രഹസ്യമാക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ സിയാദ് തങ്ങൾ പറയാണ്, റഅയ്തു അബാ ഉമാമ,
അതാ അലാ റജുലിൻ ഫിൽ മസ്ജിദ്. അബൂ ഉമാമ എന്ന് പറയുന്ന ഒരു സ്വഹാബി പള്ളിയിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണാനിടയായി. പള്ളിയിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കാൻ, വഹുവ സാജിദുൻ യബ്കി ഫീ സുജൂദിഹി, സുജൂദിൽ കിടന്നിങ്ങനെ കരയുന്നുണ്ട്. പള്ളിയിൽ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, സുജൂദിൽ കിടന്ന് തേങ്ങി കരയുന്നത് കണ്ടപ്പോൾ വയദഉ റബ്ബഹു, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് സുജൂദിൽ കിടന്നിട്ട്. ഫഖാല ലഹു അബൂ ഉമാമ, അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അൻത ലൗ കാന ഹാദാ ഫീ ബൈതിക, ഈ കരച്ചിൽ നിന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ നീയാകുമായിരുന്നു. ഈ കരച്ചിലൊക്കെ വീട്ടിലാവേണ്ടത്, പള്ളിയിലല്ല. സുന്നത്ത് നിസ്കാരത്തിൽ നീ സുജൂദിൽ കിടന്ന് കരയേണ്ടത് നിന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ അത് ഉഷാറാകുമായിരുന്നു. അപ്രിസിയേഷൻ നൽകേണ്ട ഒരു കാര്യമാണ്, പുകഴ്ത്തേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പള്ളിയിൽ വന്ന് കരയുന്നതിനെ, സുജൂദിൽ കിടന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് കരയുന്നതിനെ നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആരാണ് ഈ അബൂ ഉമാമ എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അബൂ ഉമാമയെ പള്ളിയിൽ കണ്ടു. അബൂ ഉമാമയോട് ചോദിച്ചു, അബൂ ഉമാമ, എന്താ ഈ സമയത്ത്? നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ ഇത്, എന്താണ് ഇവിടെ? മഹാനായ അബൂ ഉമാമ പറഞ്ഞു, നബിയേ, ദുയൂനുൻ ലസിമത്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കടമാണ്, പള്ളിയിലേക്ക് എന്നെ എത്തിച്ചത് കടമാണ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഈ ദുആ നീ ചെയ്താൽ അല്ലാഹു നിന്റെ കടം വീട്ടിത്തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ദുആ ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കടം മുഴുവനും കൊടുത്തുവിട്ടാൻ അല്ലാഹു സഹായിച്ചു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ അബൂ ഉമാമ തങ്ങളാ പറയുന്നത്, അൻത വലൗ കാന ഹാദാ ഫീ ബൈതിക്, നിന്റെ ഈ കരച്ചിലും നിന്റെ ഈ സുജൂദും നിന്റെ ഈ പ്രാർത്ഥനയൊക്കെ നിന്റെ ഈ ഖുർആൻ പാരായണവും ഒക്കെ വീട്ടിലായിരുന്നുവെങ്കിൽ അതാണ് നല്ലത്, ആളുകളുടെ മുമ്പിൽ വെച്ചല്ല ചെയ്യേണ്ടത് എന്ന് പള്ളിയിൽ ഇങ്ങനെ കരയുന്ന ഒരാളോട് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിവിന്റെ പരമാവധി ജനങ്ങൾ കാണാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജനങ്ങൾ കാണരുത് നമ്മുടെ അമലുകൾ. അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഇയാൾക്ക് തീരെ അമലില്ല, അങ്ങനെ വിചാരിച്ചോട്ടെ, എന്താ കുഴപ്പം? ജനങ്ങൾ വിചാരിച്ചോട്ടെ നിങ്ങൾക്ക് തീരെ അമലില്ല എന്ന്. അയാൾ പോരാ, തഖ്വയില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ. നമ്മുടെ തഖ്വ അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. തഖ്വയും സൂക്ഷ്മതയും ഇബാദത്തും അമലും സ്വീകാര്യതയും എല്ലാം അല്ലാഹുവാണ് സ്വീകരിക്കേണ്ടത്, നാട്ടുകാരല്ല. നാട്ടുകാര് തഖ്വയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണമല്ല. നാട്ടുകാര് തഖ്വ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തഖ്വ ഇല്ല എന്നതിന്റെ ലക്ഷണമല്ല. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യം നന്നാവാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചോനെ, എന്റെ രഹസ്യം എന്റെ പരസ്യത്തെക്കാൾ നീ നന്നാക്കി തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുതേ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറൂ, നിങ്ങളോട് കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ കൽപ്പന, ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാനാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത്. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിന് വേണ്ടി മാത്രം. വേറെ ഒരാളും അതിൽ ഇടപെടാൻ പാടില്ല, വേറെ ഒരാളും കാണാൻ പാടില്ല, അറിയാൻ പാടില്ല. നമ്മുടെ നിയ്യത്ത് മാറാൻ പാടില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് നോക്കിയിട്ടാണ് അല്ലാഹു ഒരാളെ സ്വീകരിക്കുന്നതും തള്ളുന്നതും. അതുകൊണ്ട് മുഖ്ലിസീന ലഹുദ്ദീൻ, നമ്മൾ നോമ്പ് നോറ്റാൽ അത് അല്ലാഹുവിനാവണം, നിസ്കരിച്ചാൽ അല്ലാഹുവിനാവണം, സ്വതഖ ചെയ്താൽ അല്ലാഹുവിനാവണം, കാരുണ്യ പ്രവർത്തനം ചെയ്താൽ അത് അല്ലാഹുവിനാവണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത്. ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസാ, ഖാലിസായതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. പ്രിയപ്പെട്ടവരെ, ഖാലിസ് എന്ന് പറഞ്ഞാൽ തനിച്ചത്, ഖാലിസ് നിഷ്കളങ്കമായത്, നീയത്തിൽ തീരെ ഒരു ഇഞ്ച് പോലും
മിസ്ഖാല ദർറ, ഒരു അണുമണി തൂക്കം പോലും നമ്മുടെ നീയത്തിൽ വ്യതിയാനം വരാത്ത അമലുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇനി രഹസ്യമായി ചെയ്താലുള്ള നേട്ടം എന്താണ്? ഒന്നാമത്തേത്, അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാത്രി സമയമായാൽ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ എന്നവരും ബിലാൽ ബിൻ റബാഹ് എന്നവരെയും അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സൈന്യത്തിന് കാവൽ നിൽക്കാൻ ഏൽപ്പിച്ച ഒരു ചരിത്രമുണ്ട്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആരാണ് മുസ്ലിം സമൂഹത്തിന് കാവൽ നിൽക്കുക എന്ന് ചോദിച്ചു. അബ്ബാദ് എന്നവരും ബിലാൽ എന്നവരും പറഞ്ഞു, ഞങ്ങൾ കാവൽ നിന്നോളാം നബിയേ. ഇവ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. മദീനയിലേക്ക് പോയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചങ്ങാത്തമുണ്ടാക്കിയ രണ്ടാളുകളാണ് ബിലാലും അബ്ബാദ് എന്നവരും. അങ്ങനെ സ്വഹാബാക്കളെല്ലാം കിടന്നുറങ്ങുമ്പോൾ അബ്ബാദ് എന്നവർ ആ ടെന്റുകളെ കാവൽ നിന്നു. എന്നിട്ട് ബിലാൽ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന്. എല്ലാവരും ഉറങ്ങുമ്പോൾ അബ്ബാദ് ബിൻ ബിശ്ർ എന്നവർക്ക് തോന്നി, 2 റക്അത്ത് നിസ്കരിച്ചാലോ? ആരും കാണാത്ത, ആരും അറിയാത്ത, അല്ലാഹു ഞാനുമല്ലാതെ മൂന്നാമതൊരാൾ പോലും കാണാത്ത ഒരു സമയമാണല്ലോ. നിശയുടെ നിശബ്ദതയിൽ കൂരിരുട്ടിൽ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചാലോ? അങ്ങനെ നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയണം. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോഴേക്കും എണീറ്റ് ആരും കാണാതെ വുളൂ ചെയ്തിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി, വുളൂ ചെയ്തു നിസ്കരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. ഓതി സൂറത്തുൽ കഹ്ഫിൽ അദ്ദേഹം വല്ലാതെ അങ്ങോട്ട് ലയിച്ചു. അദ്ദേഹത്തിന് പരിസരബോധമില്ലാതെ ഓതാൻ തുടങ്ങി. മനോഹരമായി ഓതി നിസ്കരിക്കുമ്പോൾ ശത്രു വന്നിട്ട് അദ്ദേഹത്തെ അമ്പെയ്തു. ശരീരത്തിൽ നിന്ന് പച്ചയായ മാംസത്തിലേക്ക് അസ്ത്രം തുളച്ചു കയറി രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. വേദന അദ്ദേഹത്തിന് അറിഞ്ഞില്ല. ഈ ഖുർആനിൽ ലയിച്ചപ്പോൾ വേദന അദ്ദേഹം മറന്നുപോയി. ഈ ചില കാമുകന്മാരൊക്കെ ട്രെയിൻ തട്ടി മരിച്ചു എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഫോണിൽ ഇങ്ങനെ കാമുകിമാരോട് സംസാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ പിന്നാലെ വരുന്ന ട്രെയിനിൻ്റെ ഹോർൺ അവർക്ക് കേൾക്കൂല. എന്തേ? ഈ കാമുകിയുമായിട്ടുള്ള സംസാരത്തിൽ ലയിച്ചിട്ട് പരിസരബോധം ഇല്ലാതെ ഇങ്ങനെ എൻ്റർടൈനായിട്ട് പോവാണ്. അപ്പോൾ ഈ വല്ലാതെ എൻ്റർടൈൻമെൻറ്റ് കിട്ടുമ്പോൾ ബാക്കിൽ വരുന്ന പെരുമ്പർ ശബ്ദം, ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ വല്ലാത്ത ശബ്ദമല്ലേ, ഈ ശബ്ദം ഇവർ അറിയുന്നേ ഇല്ല. കാരണം എന്താ? ഇവിടെ ലയിച്ചിരിക്കുകയാണ്, അവർക്ക് പരിസരബോധം ഇല്ലാതെ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പല ട്രെയിൻ അപകടങ്ങളും നടക്കുക. ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ട്രെയിൻ അപകടം തട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കൂലേ. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് ലയിക്കുമ്പോൾ വേറൊരു വിഷയത്തിൽ അവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ഇവർ ഖുർആനിൽ അങ്ങോട്ട് ലയിച്ചപ്പോൾ വേറൊന്നും അറിഞ്ഞില്ല. ശരീരത്തിലേക്ക് അമ്പ് തുളച്ചു കയറി, വേദന അറിഞ്ഞില്ല. രണ്ടാമതൊരു അമ്പ് വന്നു, അതും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തില്ല. മൂന്നാമതൊരു അമ്പും വന്ന് അദ്ദേഹം മരിക്കുമെന്നൊരു സ്ഥിതിക്കെത്തിയപ്പോൾ വേഗം കൈ ഉപേക്ഷിച്ച് ബിലാൽ തങ്ങളെ വിളിച്ചു, ബിലാലെ വേഗണിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ബിലാൽ തങ്ങൾ ചാടി എണീക്കുമ്പോൾ ശരീരമാസകലം രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. അദ്ദേഹം രക്തം മുഴുവൻ കുളിച്ച്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്കൊരാൾ അമ്പ് ചെയ്തു. എന്നാൽ ആദ്യം പറഞ്ഞൂടെ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നബി തങ്ങളൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ നിന്നോട് ഇപ്പം പറഞ്ഞു. നബി തങ്ങളൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ സൂറത്തുൽ കഹ്ഫ് തീരുന്നത് വരെ ഞാൻ നിസ്കരിക്കുമായിരുന്നു. ഞാൻ ഇനി സൂറത്തുൽ കഹ്ഫ് തീരുന്നത് വരെ നിസ്കരിച്ചാൽ ഞാൻ മരിച്ചാൽ ശത്രു നേരെ വരുന്നത് നബി തങ്ങളുടെ അടുത്തേക്കാണ്. ആ ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ കൈയുപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് ബിലാൽ തങ്ങളെ നിസ്കരിക്കാൻ ഏൽപ്പിച്ചു. അദ്ദേഹം മാറി നിന്നു. ഇങ്ങനെയാണ് രാത്രി സമയമാകുമ്പോൾ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മദീനയിൽ പോയി പറഞ്ഞത്, സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്ന ബിസ്സലാം, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കും, നിസ്കരിക്കണം. കഴിയുമെങ്കിൽ ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ ദിവസവും ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ കഴിയണം. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്ന ബിസലാം, വളരെ പുഷ്പം പോലെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രഹസ്യമായ അമൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് അതിൻ്റെ 1ാമത്തെ പ്രത്യേകത. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബക്കറ്റ് വരാണെന്ന് സങ്കല്പിക്കുക. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് കൊടുക്കലുണ്ടോ? ബക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. ബക്കറ്റ് വരാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ബക്കറ്റ് വരുമ്പോൾ ആരും അറിയാതെ നിങ്ങൾ ബക്കറ്റിൽ 2000 രൂപ ഇട്ടു. നമ്മൾ സ്വാഭാവികമായിട്ട് ബക്കറ്റിൽ 10 രൂപയുടെ എല്ലാവരും. കാരണം എന്തേ? അത് ആരും കാണാത്തതാണ്, 10 രൂപ മതി എന്ന് പറയും.
നേരെ മറിച്ചിട്ട് നമ്മൾ കൈപൊക്കെ 1000 രൂപ ആരെങ്കിലും തരുന്നാലുണ്ട്, ഒരുപാട് ആളുകൾ കൈപൊക്കും. പള്ളിക്ക് ഒരു ആവശ്യമുണ്ട്, മദ്രസയിലേക്ക് ഒരു ആവശ്യമുണ്ട്, 1000 ആരെങ്കിലും തരുന്നുണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കൈപൊക്കും. എന്നാൽ ബക്കറ്റ് എപ്പോൾ വന്നാലും ഒരു 10 രൂപ. നമ്മുടെ പള്ളിയിൽ ജുമാക്ക് ശേഷം വരുന്ന ഒരു ഭണ്ഡാരപ്പെട്ടിയുണ്ട്, അതിലും മാക്സിമം പോയാൽ 10 അല്ലെങ്കിൽ ഏതെങ്കിലും കോയിന് തെരഞ്ഞു പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തേ? അത് ആരും കാണാത്തത് അത്ര മതി. നമ്മളങ്ങനെ ചെയ്യാം. ആരും കാണാത്തത് അത്ര മതി. അങ്ങനെയല്ല, ആരും കാണാത്തടത്താണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇടേണ്ടത്. ഇപ്പൊ ഒരു ബക്കറ്റിൽ നിങ്ങൾ 1000 ഇട്ടാൽ അത് അള്ളാഹു സ്വീകരിക്കുന്നു 100% ഉറപ്പാ. അതൊരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാ. നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാ. നേരെ മറിച്ച് നമ്മൾ കൈപൊക്കിയത് സ്വീകരിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ നീയത്ത് മാറിയാൽ അള്ളാഹു സ്വീകരിക്കൂല. കയ്യിൽ നിന്ന് കാശും പോയി അള്ളാണെങ്കിൽ അത് സ്വീകരിച്ചിട്ടുണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രഹസ്യമായ അമൽ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നോക്കൂ, നിങ്ങൾ രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ മുറിയിലെങ്കിൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ നീയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരാനുണ്ടോ? രാത്രി 2 മണിയായി, എല്ലാവരും അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിലൊക്കെ ഉറങ്ങുന്നുണ്ട്, ഉമ്മ ഉറങ്ങുന്നുണ്ട്, ഉപ്പ ഉറങ്ങുന്നുണ്ട്, പെങ്ങന്മാർ ഉറങ്ങുന്നുണ്ട്, നിങ്ങളൊരു റൂമിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് രാത്രി 2 മണിയാകുമ്പോൾ തോന്നി ഒരു 2 റക്അത്ത് നിസ്കരിച്ചാലോ? ആരും ഇത് കാണൂല. സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാനില്ല, സ്റ്റാറ്റസ് വെക്കാനില്ല, നാട്ടുകാരെ അറിയിക്കാനില്ല. വേഗം പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. അത് 100% സ്വീകരിക്കുന്ന ഉറപ്പാണ്. അതിലൊരു കളങ്കം പോലും ഉണ്ടാവില്ല. അത് പറയാൻ വേണ്ട. പിറ്റേ ദിവസം വിളിച്ചിട്ട് വീട്ടുകാരോടെ ഞാൻ ഇന്നല്ലാത്ത നിസ്കരിച്ചിട്ടോ ചങ്ങായിമാരോടൊന്നും പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ പോയി. അങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ ഒരുപാട് അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന അമലുണ്ടാവണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ ഒരു അമൽ അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന അമൽ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തില് ഒരു സംശയമില്ല. നിസ്സംശയം അള്ളാഹു അത് സ്വീകരിക്കും. നിസ്സംശയം അള്ളാഹു സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ബക്കറ്റ് വരുമ്പോൾ പറഞ്ഞതുപോലെ അള്ളാഹു സ്വീകരിക്കും എന്നുറപ്പുള്ള ഒരവസരമാണ് ബക്കറ്റ് എന്ന് പറയുന്നത്. ഒരു 500 മിനിമം ഒരു 100 ഇടാൻ വേണ്ടി ശ്രമിക്കും. മിനിമം ഒരു 100. 10-20 ബക്കറ്റിൽ നമ്മൾ ഇടരുത്, കൊണ്ടുവരേ ചെയ്യരുത്. വാദിന്റെ സദസ്സിലേക്ക് 10-20 ഒരു മനുഷ്യന്മാർ കൊണ്ടുവരരുത്. മിനിമം ഒരു 100 നമ്മൾ കയ്യിൽ പിടിക്കുക. അതിന് മേലോട്ട് 500, 1000 ഇത് മാത്രം നാളെ അർശിന്റെ തണൽ കിട്ടുക. നാളെ മഹ്ശറാലോകത്ത് അർശിന്റെ തണൽ കിട്ടുന്നത് ഈ ബക്കറ്റാണ്, വേറൊന്നും കിട്ടൂല. നിങ്ങൾ നോക്കുക, 1000 വാദിന്റെ സദസ്സിൽ നിങ്ങൾ പോയിട്ടുണ്ട്. 1000 വാദിന്റെ സദസ്സിൽ നിങ്ങൾ പോയിട്ടുണ്ട്. എല്ലാ സദസ്സിലും 100 വിട്ട പൈസ എത്രയായി? എല്ലാ സദസ്സിലും ഒരു 100 വിട്ടു, ആരും അറിഞ്ഞില്ല. എത്രയായി? 10,000, 1,00,000 രൂപയായി. എല്ലാ സദസ്സിലും 1000 ഇട്ടാൽ 10 ലക്ഷം രൂപയായി. അവസാനം നിങ്ങൾ മരിക്കുന്ന സമയം 10 ലക്ഷം രൂപ നിങ്ങളും റബ്ബും മാത്രം അറിയുന്നത് എവിടെ ഉണ്ടാവും. ബാക്കിയൊക്കെ ജനങ്ങൾ അറിഞ്ഞതാണ്, വീട്ടുകാരറിഞ്ഞതാണ്, കുടുംബക്കാരറിഞ്ഞതാണ്. എന്നാൽ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളും റബ്ബും മാത്രം അറിഞ്ഞതാണ്. അവിടെ നിങ്ങൾ ചെറുതാക്കരുത്, അവിടെ നിങ്ങൾ കുറക്കരുത്. അവിടെ ഒരു 500, 100, 1000 ഇട്ടിട്ട് ഒരു 100 സദസ്സിൽ പോയാൽ മിനിമം 1,00,000 നിങ്ങളും റബ്ബും മാത്രം അറിഞ്ഞതുണ്ടാവൂലേ. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ രഹസ്യമാക്കി വെച്ചാൽ അള്ളാഹു നാളെ അർശിന്റെ തണൽ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതൊക്കെ തന്നെയല്ലേ അർശിന്റെ തണൽ എന്ന് പറയുന്നത്? എന്താ വിചാരിച്ച്? അർശിന്റെ തണൽ എന്ന് പറയുന്നതൊക്കെ തന്നെയല്ലേ ഈ ബക്കറ്റിലൂടെ നമ്മൾ ഇട്ടുകൊടുത്തത്. പള്ളിയുടെ ഭണ്ഡാരപ്പെട്ടിയിൽ ആരാരും അറിയാതെ കൊണ്ടുപോയിട്ട് 1000, 500 ഇതൊക്കെയാണ് നാളെ അർശിന്റെ തണലായി നമ്മുടെ മുന്നിലുണ്ടാവുക. വേറെന്താ നമ്മൾ കിട്ടുക? വേറെ എവിടെയാണ് രഹസ്യമായി കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ അവസരം എവിടെയാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സ്വീകരിക്കുമെന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹു നമ്മളും മാത്രം അറിയുന്ന ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂട്ടാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, അത്തക്ഫീറു അനിസ്സയ്യിആത്ത്. രഹസ്യമായ അമലുകൾ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നാണ് അടുത്ത കാര്യം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഇമ്മാഹി. നിങ്ങൾ സ്വതക്കകളെ പരസ്യമാക്കിയാൽ ഫനിഇമ്മാഹി, അതിൽ ചില ഖൈറുണ്ട്. എന്താ ഖൈറ്? ചില സ്ഥലത്ത് സ്വതക്ക പരസ്യമാക്കേണ്ടി വരും. ഉദാഹരണം, പള്ളി നിർമ്മിക്കുകയാണ്, പള്ളിക്ക് ഒരു 10 കോടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ 5 കോടി ഉണ്ടാക്കണം. ആ സമയത്ത് പിരിവ് നടത്തുമ്പോൾ നാട്ടിലുള്ള ഒരു സാധാരണക്കാരൻ ചാടി എണീറ്റിട്ട് ഞാനൊരു 10 ലക്ഷം തരാമെന്ന് പറഞ്ഞു, ഒരു സാധാരണക്കാരൻ. അപ്പൊ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ഇയാളെക്കാളും വലിയ മുതലാളിമാരൊക്കെ 5 ലക്ഷം കൊടുക്കാൻ വിചാരിച്ച് ബേക്കറി എന്ന് പറയാൻ മുതലാളിമാരൊക്കെ മനസ്സ് മാറി. കാരണം എന്താ? ഈ മനുഷ്യൻ 10 ലക്ഷം കൊടുത്താൽ പിന്നെ ഞാൻ 5 ലക്ഷം കൊടുത്താൽ എനിക്ക് മുഖം നോക്കി നടക്കാൻ പറ്റും നാട്ടിൽ?
ഈ പാവപ്പെട്ട ഈ മനുഷ്യന് 10 ലക്ഷം കൊടുത്ത ഞാനെങ്ങനെ 5 ലക്ഷം കൊടുക്കുക? ഉടനെ തന്നെ അയാളുടെ 10-15 ആരാ കാരണക്കാരൻ? ചാടി എണീറ്റ് ഞാൻ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ്. ഇൻ തുബ്ദു സ്വദഖാതി ഫനിഇമ്മാഹി, നിങ്ങൾ ചില സ്വതക്കകൾ പരസ്യമാക്കുന്നതിൽ ഖൈറുണ്ടാകും. അങ്ങനെ ഖൈർ ഉദ്ദേശിച്ച് പരസ്യമാക്കണം, അല്ലാതെ പേരും അടുത്ത കമ്മിറ്റിയിൽ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. ഇങ്ങനെ ദീനിന് ഉപകരിക്കണം എന്ന രീതിയിൽ പരസ്യമാക്കണം. ഇൻ തുബ്ദു സ്വദഖാതി ഫനിഇമ്മാഹി, നിങ്ങളൊരു സ്വതക്ക പരസ്യമാക്കിയാൽ അതിൽ ഖൈറുണ്ടാകുമോ? നല്ലത് തന്നെയാണ്. എന്നാൽ വഇൻ തുഖ്ഫൂഹാ വതുതൂഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ രഹസ്യമാക്കി നൽകുകയാണെങ്കിൽ യഗ്ഫിർ ലക്കും ഫഹുവ ഖൈറുൽ ലക്കും, അതിലും നന്മയുണ്ട്. വനുകഫിറു അൻകും മിൻ സയ്യിആതികും, അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. രഹസ്യമായി സ്വതക്ക ചെയ്താൽ അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. ആരാ പറയുന്നത്? ഖുർആനാണ്. വനുകഫിറു അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ മനസ്സും അല്ലാഹുവിന് നന്നായി വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് രഹസ്യമായ അമലുകൾ കാരണം നമ്മളറിയാത്ത ഒരുപാട് പാപങ്ങളും ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ. മൂന്നാമത്തേത് റിളല്ലാഹി തആല വജ്തിനാബി ഗളബിഹി, റിളല്ലാഹി തആല, അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടാകും. അല്ലാഹുവിന്റെ ദേഷ്യത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ പറഞ്ഞു സ്വദഖത്തുസ് സിദ്ദി തുത്ഫിഉ ഗളബർ റബ്ബി. ബക്കറ്റ് വരികയാണ്, അപ്പോൾ ശ്രദ്ധിച്ചോ. സ്വദഖത്തുസ് സിദ്ദി, രഹസ്യമായ സ്വദഖ, തുത്ഫിഉ ഗളബർ റബ്ബി, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ, നമ്മൾ പ്രായപൂർത്തി എത്തിയത് മുതൽ എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്. കള്ളു കുടിച്ചവരുണ്ടാകാം, വ്യഭിചരിച്ചവരുണ്ടാകാം, മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ചവരുണ്ടാകാം, ഹറാമ് ചെയ്തവരുണ്ടാകാം, ഹറാമ് കണ്ടവരുണ്ടാകാം, ഹറാമായ ഇടപാടുകൾ നടത്തിയവരുണ്ടാകാം, പ്രായപൂർത്തി എത്തിയത് മുതൽ നിസ്കാരം നഷ്ടപ്പെട്ടവരുണ്ടാകാം, നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകാം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത പാപങ്ങളുടെ കറകളുമായി ജീവിക്കുന്ന നമ്മൾക്ക് അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് സ്വദഖത്തുസ് സിർരി, രഹസ്യമായ സ്വദഖയാണ്. രഹസ്യമായ സ്വതക്കയാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സ്വതക്കയാണ്. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ദേഷ്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂന്നാമത്തേത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും രഹസ്യമായ അമൽ ചെയ്താൽ. നാലാമത്തേത് നൈലു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദത തഖിയ്യൻ നഖിയ്യൽ ഖഫിയ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? യുഹിബ്ബുൽ അബ്ദ, ഒരടിമയോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഏതാണ് ആ അടിമ? അത്തഖിയ, തഖ്വയുള്ള അടിമ, അന്നഖി, ശുദ്ധനായ അടിമ, അൽ ഖഫിയ, അമലുകൾ രഹസ്യമാക്കുന്ന അടിമകളോട് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ അഞ്ചാമതായി പറഞ്ഞത് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. രഹസ്യമായ അമൽ ചെയ്യുന്നവർ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടാൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞതുപോലെ, ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ സംഭവം പറയുന്നത് പോലെ, ഗുഹയിലകപ്പെട്ട 3 ആളുകള് 3 അമലുകളാണ് അവർ ചെയ്തത്. 3ഉം അവർ രഹസ്യമാക്കി വെച്ചു. ആർക്ക് വേണ്ടി? അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തതാണ് അവർ. 1 ഉമ്മയോട് കാണിച്ച കടപ്പാട്, 2 വ്യഭിചരിക്കാൻ ലഭിച്ച അവസരം കളഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയത്, 3 ജോലിക്കാരനോട് കാണിച്ച ആ സഹവാസം, സഹതാപം. ഈ 3 കാര്യങ്ങൾ വളരെ രഹസ്യമാക്കി വെച്ചത് കൊണ്ട് തന്നെ അവരുടെ ഗുഹാമുഖത്ത് വലിയൊരു പാറ വന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു വെച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ആ പാറയെ മാറ്റാനുള്ള കാരണം ജീവിതത്തിൽ ചെയ്ത പ്രതിസന്ധികൾ അവർ മുന്നിൽ വെച്ച്, ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുന്നിൽ വെച്ച് ദുആ ചെയ്തപ്പോഴാണ്. എത്രയോ ആളുകൾ നിരപരാധിയായി ജയിലിൽ കിടക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ ഉണ്ട്. സൗദിയിൽ നമ്മളൊരു സുഹൃത്തുണ്ട്, ഒന്നുമില്ല, സുഹൃത്തിനൊരു വണ്ടി കൊടുത്തു. ആ വണ്ടിയിൽ സുഹൃത്ത് വെച്ച, വേറൊരാൾ വെച്ച മയക്കുമരുന്നിന്റെ പേരിൽ അദ്ദേഹം ജയിലിലാണ്. അങ്ങനെ ഇത്ര കേസുകൾ, നിരപരാധിയായ ആളുകൾ
ജയിലിൽ കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞവിടെ വേദന പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ എൻ്റെ സ്വന്തം ആള് ജയിലിൽ കിടക്കാണ്, നിരപരാധിയെ, മകന് ദുആ ചെയ്യണം. അങ്ങനെ എത്ര ആളുകളാണ് പ്രതിസന്ധിയിലകപ്പെടുക. മയക്കുമരുന്നൊക്കെ പിടിച്ചാൽ അവർ നോക്കുക, അവരുടെ മുമ്പിലുള്ള പ്രൂഫാണ് അല്ലേ. നഹ്കുമു ബിൽ-ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ. രഹസ്യങ്ങൾ അല്ലാഹുവാണ് ഏറ്റെടുക്കുക. നമ്മൾ വിധിക്കുന്നത് മുമ്പിൽ എന്ത് കണ്ടു അത് നോക്കിയിട്ടാണ്. അങ്ങനെ എത്ര നിരപരാധികളാണ് ജയിൽ കിടക്കുന്നത്. ഈയിടെ നമ്മൾ 34 കോടി രൂപ പിരിച്ച കളക്ഷൻ നടത്തിയ റഹീം പോലും നിരപരാധിയാണ് എന്നല്ലേ നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. എത്ര കാലമാ? 17 വർഷമായി ജയിലിലാണ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ രഹസ്യമായ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം വയറ്റിൽ കിടന്ന് ദിക്ർ ചൊല്ലാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹുവും മലക്കുകളും അവിടെ ചർച്ച ചെയ്യുന്നത്. ഇതെവിടെയോ കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ. മലക്കുകൾ പറഞ്ഞു, ഇതെവിടെയോ കേട്ട് ശബ്ദമുള്ള പരിചയമുള്ള ശബ്ദമാണല്ലോ. അല്ലാഹു പറഞ്ഞു, ഇത് യൂനുസ് ഇബ്നു മത്താ, യൂനുസിന്റെ ശബ്ദമാണിത്. യൂനുസിന്റെ സന്തോഷവും ആരോഗ്യവും സൗകര്യവുമുള്ള സമയത്ത് ഒറ്റയ്ക്കിരുന്ന് എന്നെ ഓർത്തു, ഒറ്റയ്ക്കിരുന്ന് എന്നെ ദിക്ർ ചൊല്ലി. ആ ശബ്ദം, അതേ ശബ്ദമാണ് ഇപ്പൊ നിങ്ങൾ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കേൾക്കുന്നത്. അഥവാ സന്തോഷമുള്ള സമയത്ത് എന്നെ ഓർത്തത് കൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ശബ്ദം മലക്കുകൾ കേൾക്കാനിടയായി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് സുരക്ഷിതനായി യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതേപോലെ നമ്മളും ഒരു പ്രതിസന്ധിയിലകപ്പെട്ടാൽ, ജയിലിൽ കിടക്കേണ്ടി വന്നാൽ, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായാൽ, വേറെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുന്നിൽ വെക്കണം. അല്ലാഹു നമ്മളും മാത്രം അറിയുന്ന നന്മയാവണം അത്. നാട്ടുകാർ കണ്ടാൽ ഒരു പക്ഷേ നീയത്തിൽ മാറ്റം വന്നേക്കാം. അതുകൊണ്ട് അല്ലാഹുവും നമ്മളുമല്ലാതെ വേറെ ഒരാൾ അറിയാത്ത നന്മകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ അല്ലാഹു തആല ആ ദുആഇന് ഉത്തരം നൽകുമെന്ന് 100% ഉറപ്പാണ്. ആർക്കാണ് അങ്ങനെയുള്ള അമലുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് അമൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് എന്ന് പറയുന്നൊരു പ്രഗൽഭനായ സാത്വികനായ ഒരു മനുഷ്യന് കാന യസൂമു മുദ്ദത 40 സന, 40 വർഷക്കാലം അദ്ദേഹം നോമ്പ് നോറ്റു. ലാ തഅലമു ബിഹി സൗജതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യ അതറിഞ്ഞില്ല. 40 വർഷം നോമ്പെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അറിഞ്ഞില്ല. വഅഹ്ലുസ്സൂഖി, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫും അറിഞ്ഞില്ല. 40 വർഷം സുന്നത്ത് നോമ്പെടുത്തു. യഖൂലു ലി അഹ്ലിസ്സൂഖി, കടയിലുള്ള തന്റെ സ്റ്റാഫിനോട് അദ്ദേഹം പറയും, കൂടെ ജോലി ചെയ്യുന്നവരോട് അദ്ദേഹം പറയും, ഇന്നി ദാഹിബുൻ ഇലൽ ബൈതി ലിൽ ഗദാ, ഞാൻ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇവിടെ വെച്ച് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും. വയഖൂലു ലി സൗജതിഹി, എന്നിട്ട് ഭാര്യയോട് പറയും, നീ അഅ്ജിലി അൽ ഗദാ, ഭക്ഷണം റെഡിയാക്ക്, ഭക്ഷണം തയ്യാറാക്ക്. ലിഅതനാവലഹു ഫിസ്സൂഖി, അങ്ങാടിയിൽ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന സഹപ്രവർത്തകരുണ്ട്, അവരും ഞാനും ഒന്നിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ആ ഭക്ഷണം കൊണ്ട് നേരെ അങ്ങാടിയിൽ പോയി കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കും. ഇദ്ദേഹം പറയും, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന്. ഭാര്യയോട് പറയും, ഞാൻ അങ്ങാടിയിൽ വെച്ച് കഴിച്ചു എന്ന്. അങ്ങനെ 40 വർഷക്കാലം നോമ്പെടുത്ത മഹാനാണ് ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് എന്നവർ. ഒരു നോമ്പെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? ഭാര്യ അറിയാത്ത നോമ്പ്, നാട്ടുകാരറിയാത്ത നോമ്പ്, കുടുംബക്കാരറിയാത്ത നോമ്പ്, അല്ലാഹു നമ്മളും മാത്രം അറിയുന്ന ഒരു നോമ്പെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളുടെ കൂടെയുണ്ടോ? ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന് വേണ്ടി രഹസ്യമായ അമലുകൾ ഒരുപാട് എടുത്തു വെക്കാൻ നമ്മൾ തയ്യാറാവണം. കുറെ അമലുകൾ വേണമെന്നില്ല. ഒരു 10 സ്വലാത്ത് ആരും അറിയാത്തത്, ഒരു 10 ഇസ്തിഗ്ഫാർ ആരും അറിയാത്തത്,
ഒരു 10 ദിക്ർ ആരും അറിയാത്തത്, എല്ലാ രാത്രിയിലും അല്ലെങ്കിൽ കഴിയുന്ന രാത്രികളിൽ ആരും അറിയാത്ത 2 റക്അത്ത് നിസ്കാരം, ആരും അറിയാത്ത പരിശുദ്ധമായ ഖുർആൻ പാരായണം, ആരും അറിയാത്ത ചില രഹസ്യമായ സ്വതക്കകൾ, ഗൂഗിൾ പേ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അറിയാതെ സ്വതക്ക കൊടുക്കാനുള്ള അവസരം നമ്മളിലുണ്ട്. അർഹരായ ആളുകളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂല്യമായ എമൗണ്ട് കൊടുത്തിട്ട് നമ്മളും അല്ലാഹുവും മാത്രം അറിയുന്നത് പോലെ രഹസ്യമാക്കി വെക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഖാസിം തൂസി എന്നവർ പറയാണ്, അൻ സയ്യിദിഹി അബുൽ ഹസൻ തൂസി, അദ്ദേഹത്തിന്റെ നേതാവായ അബുൽ ഹസൻ തൂസി എന്നവരെ കുറിച്ച് പറയാണ്, കാന യദ്ഖുലു ബൈതൻ വയുഗ്ലിഖു ബാബ, അദ്ദേഹം വീട്ടിലേക്ക് കയറിയാൽ വീടിന്റെ വാതിലടക്കും, വയദ്ഖുലു മഅഹു കൂസ, കയ്യിലൊരു കൂജയും കൊണ്ടുപോകും, മിൻമാഇൻ, വെള്ളത്താലുള്ള വെള്ളത്തിന്റെ ഒരു കോപ്പയും കൊണ്ടുപോകും. എന്തിനാണ് ഇദ്ദേഹം വെള്ളത്തിന്റെ കൂജ കൊണ്ടുപോകുന്നത് എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ചെറിയ മകൻ ഇടയ്ക്കിടെ പറയാറുണ്ട്, ഉപ്പ റൂമിൽ വെച്ച് കരയുകയാണ് എന്ന്. ഉപ്പ റൂമിൽ വെച്ച് കരയുന്നു എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ചെറിയ മകൻ പുറത്തു വന്ന് ഇങ്ങനെ പറയും. അത് പറയുമ്പോ ഉമ്മ ഈ കുട്ടിയെ തടയും. ഫഖുൽതു ലഹാ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, മാ ഹാദൽ ബുകാ, എന്തിനാണ് നിങ്ങളുടെ ഭർത്താവ് കരയുന്നത്? ഫഖാലത്, അദ്ദേഹത്തിന്റെ ഭാര്യ പറയും, ഇന്ന അബൽ ഹസൻ യദ്ഖുലു ഹാദൽ ബൈത, എന്റെ ഭർത്താവ് ഈ മുറിയിലേക്ക് കയറിയാൽ ഫയഖറഉൽ ഖുർആന വയബ്കി, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങും, ഖുർആനിന്റെ അർത്ഥം ആലോചിച്ച് അദ്ദേഹം കരയാൻ തുടങ്ങും. ഫയസ്മഉഹു സബിയു, അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ ശബ്ദം കൂടി വന്നാൽ എന്റെ കുഞ്ഞത് കേൾക്കും, കുഞ്ഞ് കാണുന്നവരോടൊക്കെ അത് പറയും. വകാന ഇദാ അറാദ അൻ യഖ്റുജ, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്ത് മുറിയിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചാൽ ഗസല വജ്ഹഹു, അദ്ദേഹം കൊണ്ടുപോകുന്ന കൂജയിലുള്ള വെള്ളം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം കഴുകും. എന്നിട്ട് വഖ്തഹല, കണ്ണിലേക്ക് സുറുമയിടും. വലാ യറാ അലൈഹി അഥറുൽ ബുകാ, കരച്ചിലിന്റെ അടയാളം ഒരാളും കാണാതിരിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് സുറുമയിട്ടുകൊണ്ടാണ് അദ്ദേഹം പുറത്തു വരാറുള്ളത്. വകാന യസ്നു ഖൗമൻ, അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കുന്ന ആളായിരുന്നു. വയുഅതീഹിം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു. വയക്സൂഹും, ജനങ്ങൾക്ക് വസ്ത്രം നൽകുന്ന ആളായിരുന്നു. ഫബഅസ ഇലൈഹിം വയഖൂലു ലിർറസൂൽ, എന്നിട്ട് നാട്ടുകാരിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ എന്ന് തന്റെ ഖാദിമായ ആളെ പറഞ്ഞേക്കും. ഉൻദുർ അല്ലാ യഅലമു മൻ ബഅസഹു ഇലൈഹിം, ആരാണ് പറഞ്ഞയച്ചത് എന്ന് നാട്ടുകാർ അറിയാൻ പാടില്ല. ആരാണ് നിന്നെ പറഞ്ഞയച്ചത് എന്ന് നാട്ടുകാർ അറിയാൻ പാടില്ല. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഇന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ്, വെള്ളമില്ലാത്തവർക്ക് വെള്ളം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, പാനീയമില്ലാത്തവർക്ക് പാനീയം, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, രോഗികളായ ആളുകൾക്ക് മരുന്ന്, ഇങ്ങനെയെല്ലാം വളരെ രഹസ്യമായി അദ്ദേഹം ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എത്ര അമലുകൾ എണ്ണാൻ കഴിയും? ആളുകളുടെ മുമ്പിൽ വെച്ച് കരയാൻ എളുപ്പമാണ്. വഅദ് പറയുമ്പോൾ കരച്ചിൽ വരും. ആ കരച്ചിലല്ല റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ, ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനോർത്ത് കരയാൻ കഴിയണം. നമ്മളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ചില വഅദുകളിലൊക്കെ അറിയാതെ കരച്ചിൽ വരും. അത് നമ്മുടെ ഈമാൻ കൊണ്ടോ നമ്മുടെ തഖ്വ കൊണ്ടൊന്നുമല്ല. ചിലപ്പോൾ ആ സമയത്ത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അറിയാതെ കരച്ചിലൊക്കെ വരും. ആ കരച്ചിലല്ല തഖ്വ എന്ന് പറയുന്നത്. കരച്ചിൽ തഖ്വ, ആ കരച്ചിൽ തഖ്വയാവണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കഴിയണം. റൂമിലിരുന്ന് ആരാരുമില്ലാതിരിക്കുമ്പോൾ ഖുർആൻ ഓതി തഹജ്ജുദ് നിസ്കരിച്ച് ആ സമയത്ത് ഖുർആൻ ഓതി കരയാൻ കഴിയണം. അപ്പം നമ്മൾ കാണുന്ന ഹറമിലൊക്കെ തറാവിഹി നിസ്കരിക്കുന്ന ഇമാമുമാർ ഇടയ്ക്കിടെ പൊട്ടിക്കരയുന്നതൊക്കെ കാണാൻ കഴിയും. കരച്ചിൽ വരും. അർത്ഥറിയുന്ന ആളുകൾക്ക് കരച്ചിൽ വരും. അങ്ങനെ കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ വരുന്നത് പോലെ ഓതണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കരച്ചിൽ വന്നില്ലെങ്കിൽ ഫതബാക്കൗ, കരച്ചിൽ വരുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണം. ഏതാണ് ഏറ്റവും നല്ല കാരി? ആരാണ് ഏറ്റവും നല്ല ഖുർആൻ പാരായണക്കാരൻ? കേൾക്കുന്നവർക്ക് തോന്നണം ഇയാൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇമാമത്ത് നിൽക്കുമ്പോൾ കഴിവിന്റെ പരമാവധി ഖുശൂ ഇല്ലെങ്കിൽ ഖുശൂ അഭിനയിച്ചെങ്കിൽ ഓതണം. ഖുശൂ ഇല്ലെങ്കിൽ, മനസ്സിലേക്ക് ഖുശൂ വരുന്നില്ലെങ്കിൽ ഖുശൂ അഭിനയിച്ചെങ്കിൽ ഓതണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ അഭിനയിച്ചെങ്കിൽ ഓതണം. അപ്പൊ നമ്മളിങ്ങനെ ലയിച്ചിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ മഅ്മൂമിങ്ങൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അവരും കരയും. മഅ്മൂമിങ്ങൾക്ക് അർത്ഥം അറിയണമെന്നൊന്നുമില്ല. മഅ്മൂമിങ്ങൾ ഈ കരച്ചിൽ കേട്ട് അവരും കരയും.
പക്ഷേ ഈ കരച്ചിൽ എന്നുള്ളത് തഖ്വയുടെ അടയാളമൊന്നുമല്ല. തഖ്വയുടെ അടയാളം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് കരയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രഹസ്യമായ അമലായാൽ അല്ലാഹു പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. തഫ്രീജുൽ ഖുറബ്, നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും. വഖബൂലി ദുആഇ, നമ്മുടെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കും. കമാ ജാഅ ഫീ ഖിസ്സത്തിൽ ഗാരി, ഗുഹാവാസികളുടെ കഥ പറഞ്ഞതുപോലെ. 6ാമത്തെ കാര്യം ഹുസ്നുൽ ഖാത്തിമ, അവർ ഈമാൻ സലാമത്തായി മരിക്കും. ഹുസ്നുൽ ഖാത്തിമയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ് വഹുവ മിൻ അഹ്ലിൻ നാർ. ജനങ്ങളെ കാണുന്ന ഇടങ്ങളിൽ നല്ല സ്വർഗ്ഗക്കാരെ പോലെ പണിയെടുക്കുന്ന പലരും വഹുവ മിൻ അഹ്ലിൻ നാർ, അവർ നരകാവകാശികളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഇയാൾ വലിയ മുത്തഖിയാ, ജനങ്ങളുടെ മുമ്പിൽ ഇയാൾ വലിയ സൂഫിയാണ്. പക്ഷേ വഹുവ മിൻ അഹ്ലിൻ നാർ, അയാൾ നരകാവകാശിയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, വ ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൻ നാർ, ജനങ്ങളുടെ മുമ്പിൽ വലിയ അഭിനയങ്ങളില്ല, നാട്യങ്ങളില്ല, തസ്ബീഹ് മാലയും വലിയ തൂക്കി നടക്കുന്ന മനുഷ്യനല്ല. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പുകാരനെ പോലെ തഖ്വയുള്ള ആളുകളെ പോലെ ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യനല്ല. എന്നാൽ വ ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൻ നാർ, ജനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു സാധാരണക്കാരനാണ്, ഒരു നരകക്കാരൻ എന്നേ ആളുകൾ വിചാരിക്കും. അമലൊന്നും ഇയാളുടെ കയ്യിലില്ല. എന്നാൽ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗക്കാരനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം രഹസ്യമായ അമൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. രഹസ്യമായ അമലുള്ള ഒരാളും ആഖിബത്ത് മോശമായി മരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുസ്നുൽ ഖാത്തിമയുണ്ടാകും രഹസ്യമായ അമൽ ചെയ്യുന്നവർക്ക്. അത് ഉറപ്പല്ലേ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം എന്താ, ആരാ രഹസ്യമായ അമൽ ചെയ്യുക? അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ. പരസ്യമായിട്ട് അമൽ ചെയ്യുന്ന ആരാ? പരസ്യമായിട്ട് എന്ന് വെച്ചാൽ പ്രശസ്തിക്ക് വേണ്ടി അമൽ ചെയ്യുന്ന ആളുകൾ ആരാ? അള്ളാഹിനെക്കാളും ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആള്. അപ്പൊ അള്ളാഹുവിനെക്കാളും ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആള് ഈമാൻ സലാമത്തായി മരിക്കണം എന്നൊരു നിർബന്ധമില്ല. അത് ഈമാൻ ആഖിബത്ത് മോശമായിട്ട് മരിച്ചേക്കാം. എന്നാൽ അള്ളാഹുവിനാണ് ജനങ്ങളെക്കാളും പ്രാധാന്യം നൽകുന്ന മനുഷ്യനെങ്കിൽ ഉറപ്പല്ല ഈമാൻ സലാമത്തായിട്ട് മരിക്കും. ഹുസ്നുൽ ഖാത്തിമ. 6ാമത്തെ വിഷയം, ഈമാൻ സലാമത്തായി മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 7ാമത്തെ വിഷയം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അർശിന്റെ തണൽ അല്ലാഹു നൽകും. വന്നജാത മിൻ ഹദ്ദിൽ മഹ്ശർ, മഹ്ശറിന്റെ ചൂടിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. എന്നിട്ട് നബി തങ്ങൾ 7 കാര്യങ്ങൾ പറഞ്ഞു. സബഅതു യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അതിന് 3 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ, 3 വിഭാഗം ആളുകൾക്ക് നാളെ ചൂടേൽക്കേണ്ടി വരൂല. ചൂടില്ല, മഹ്ശറയിൽ ചൂടില്ല. 3 വിഭാഗം ആളുകൾ മഹ്ശറയെ കുറിച്ച് പേടിക്കേ വേണ്ട. ചൂടുണ്ടാവോ, ഒരു ചാൻ മുകളിലാവോ, ചെമ്പിന്റെ ഭൂമിയാവോ, ഒരു പേടിയും വേണ്ട. നല്ല AC കൊണ്ട് AC-യുടെ ടെമ്പറേച്ചറിൽ അടിച്ചു പൊളിച്ച് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാം. ഹിസാബൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഹിസാബില്ലാത്ത പോകുന്ന വിഭാഗമുണ്ട്. എന്നാൽ അർശിന്റെ തണലുണ്ട് എന്ന് വിചാരിച്ച അയാൾക്ക് ഹിസാബില്ല എന്നർത്ഥമില്ല. അർശിന്റെ തണലിൽ ഇരുത്തിയിട്ട് ഹിസാബ് ചെയ്യും. നല്ല മനുഷ്യന്മാരാണെങ്കിൽ അർശിന്റെ തണലിൽ ഇരുത്തിയിട്ട് ഹിസാബ് ചെയ്യും. എന്നാൽ വേറെ ചില ആളുകൾക്ക് ഹിസാബ് തന്നെ ഉണ്ടാവില്ല. ഖബറിൽ നിന്ന് നേരെ സ്വർഗത്തിൽ പോകും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചോദ്യം പോലും ഇല്ലാതെ സ്വർഗത്തിൽ എത്തുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, 3 വിഭാഗം ആളുകൾ. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് കരയുന്ന ആളുകൾക്ക് അള്ളാഹു നാളെ അർശിന്റെ തണൽ തരും, ഉറപ്പാണ്. ഇപ്പൊ രാത്രി ദിക്റൊക്കെ ചെല്ലുമ്പോൾ അല്ലാഹ്, നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചെല്ലുന്നതിന് പകരം അതൊക്കെ ചെല്ലുന്നതിനിടയിൽ അടക്കി ഇങ്ങനെ അല്ലാഹ് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് മനസ്സുകൊണ്ട് ആരും കേൾക്കാതെ ഒറ്റയ്ക്കിരുന്ന് വുളൂഅൊക്കെ ചെയ്ത് ഖിബ്ലയിലേക്ക് മുന്നിട്ടിട്ട് അല്ലാഹ് ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തിട്ട് ഇങ്ങനെ ഒരു 10, 20, 30 തവണ ലയിച്ചിങ്ങോട്ട് പറഞ്ഞാൽ കരച്ചിൽ വരും. ജീവിതത്തിൽ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ഓർക്ക. പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്നേ വരെ നമ്മൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളൊക്കെ മനസ്സിൽ വരിക. എന്നിട്ടും അള്ളാഹു എന്നോട് കാണിക്കുന്ന കാരുണ്യം ഓർക്കുക. അള്ളാഹു നമ്മളോട് കാണിക്കുന്ന നിഅമത്ത്, അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക. അല്ലാഹ് അല്ലാഹ്
നിങ്ങൾ ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. വറജലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തൊരാൾ കരഞ്ഞാൽ, പ്രത്യേകിച്ച് ഖുർആൻ അർത്ഥമറിയുന്ന ആളുകളൊക്കെ ഒറ്റയ്ക്കിരുന്ന് രാത്രി ഖുർആൻ ഓതിയാൽ ആ സമയത്ത് നിങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകിയാൽ അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്നതിൽ സംശയം തന്നെയില്ല. രണ്ടാമതായി പറഞ്ഞത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഖഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ അൻഫഖത് യമീനു. പ്രിയപ്പെട്ടവരെ, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രീതിയിൽ സ്വതഖ ചെയ്യുന്ന ഒരാളെ അല്ലാഹു നാളെ മഹ്ശറയിൽ വെച്ച് പ്രയാസപ്പെടുത്തൂല. അല്ലാഹു അയാൾക്ക് അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അയാൾ തെമ്മാടിയാണെങ്കിലും ചിലപ്പോൾ അയാൾ തെമ്മാടിയാവാം, പക്ഷെ സ്വതഖ ചെയ്യുന്നതൊക്കെ രഹസ്യമായിട്ടാണ്. അയാൾ തെമ്മാടിയാവാം, അയാൾ സ്വതഖ ചെയ്യുന്നതൊക്കെ രഹസ്യമായിട്ടാ, ആരും അറിയില്ല. അയാളുടെ സ്വതഖ വേറെ ആരും അറിയില്ല. അയാൾ റബ്ബല്ലാതെ. അയാൾക്ക് അർശിന്റെ തണലുണ്ടാവും. അർശിന്റെ തണൽ വെച്ച് അയാൾക്ക് ചോദ്യം ചെയ്യപ്പെടും, അത് പുറത്തു കൊടുക്കും ചെയ്യും. സദഖത്തു സിദ്ദി തുത്ഫിഉ ഗളബർ റബ്ബി. അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രഹസ്യമായ സദഖകൾ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എട്ടാമത്തെ കാര്യം ദുഖൂലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുപോലെയുള്ള അമലുള്ള ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ബിലാൽ തങ്ങളോട് പറയുന്നുണ്ട്, യാ ബിലാൽ, ബിലാൽ എന്നവരെ, ഹദ്ദിസ്നി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ മുസ്ലിമായതിന്റെ ശേഷം നീ ചെയ്ത ഏറ്റവും നല്ല അമലേതാണെന്ന് പറഞ്ഞു തരുമോ ബിലാലേ? മുസ്ലിമായതിന്റെ ശേഷം നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞതാ എന്ന് പറഞ്ഞു ബിലാൽ തങ്ങളോട്. ഫഇന്നീ സമിഅതു ദുഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ നിന്റെ കാൽ പെരുമാറ്റം എനിക്ക് കേൾക്കാനിടയായി ബിലാലേ. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ എന്നെക്കാളും മുമ്പ് സ്വർഗത്തിൽ നിങ്ങളുണ്ടല്ലോ. ദുഫന അലൈക്, നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഒരാൾ സ്വർഗത്തിൽ നേരത്തെ പോയത് കൊണ്ട് നബി തങ്ങളെക്കാൾ ഉഷാറ് നടത്തില്ല, നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നവരാണ്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ, ഉമ്മു സുലൈം, ഇവരൊക്കെ നബി തങ്ങളെക്കാളും മുമ്പ് സ്വർഗത്തിലെത്തുന്ന ആളുകളാണ്. തങ്ങളെക്കാളും മുമ്പ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാര്യങ്ങളൊക്കെ ഒരു വെൽക്കം ചെയ്യാൻ വേണ്ടി ആളുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു അവസരം. നബി തങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ 3 ആളുകളുടെ കാൽപെരുമാറ്റം ശബ്ദം കേട്ടുന്ന. ഒന്ന് ഈ പറയുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാനിന്റെ പ്രത്യേകത കാന ബാറൻ ലി ഉമ്മിഹി, ഉമ്മയെ വല്ലാതെ ബഹുമാനിക്കുന്ന ആളായിരുന്നു. ഉമ്മയോട് വല്ലാതെ സ്നേഹം കാണിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം നൽകി. ഉമ്മു സുലൈമിന് ഒരു പ്രത്യേകത, ഉമ്മു സുലൈം പെണ്ണാണ്. ആ പെണ്ണ് നബി തങ്ങളെക്കാൾ മുമ്പ് സ്വർഗത്തിലെത്തി. എന്താ കാരണം? ഉമ്മു സുലൈം കാനത്ത് തുർലി സൗജഹ, ഭർത്താവിനെ വല്ലാതെ തൃപ്തിപ്പെടുത്തിയ പെണ്ണാണ്. ഒരു പരാതിയും ഒരു പരിഭവവും ഒരു കുറ്റവും ഒന്നും പറയാതെ ഭർത്താവിന് അകമഴിഞ്ഞ് തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ഒരു പെണ്ണാണ്. ഇങ്ങോട്ട് ഭർത്താവ് എന്ത് ചെയ്തു തന്നു എന്ന് ആലോചിക്കാതെ അങ്ങോട്ട് ഭർത്താവിനെ മാക്സിമം തൃപ്തിപ്പെടുത്തുക എന്നതായിരുന്നു ഉമ്മു സുലൈമിന്റെ ജീവിതശൈലി. അതുകൊണ്ട് അല്ലാഹു സ്വർഗം കൊടുത്തു. എന്നാൽ മഹാനായ ബിലാൽ തങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? ബിലാൽ തങ്ങളോട് ചോദിച്ചു, ബിലാലെ, എന്നെക്കാളും മുമ്പ് സ്വർഗത്തിലെത്തിയല്ലോ, എന്താണ് നിങ്ങളുടെ പ്രത്യേകത? മുസ്ലിമായതിന്റെ ശേഷം നിങ്ങൾ ചെയ്ത അമൽ എന്താണ്? അപ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങൾ പറയുന്നത്, മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നി ലം അതഹർ തഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാർ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കതബലി അൻ നുസല്ലി. ഞാൻ വുളൂ ചെയ്താൽ, രാവിലെയോ രാത്രിയോ ഞാൻ വുളൂ ചെയ്താൽ, ആ വുളൂവിന്റെ ശേഷം ഞാൻ എത്ര എന്ന് കണക്കൊന്നുമില്ല. വുളൂവിന്റെ ശേഷം ഞാൻ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കും, എനിക്ക് കണക്കൊന്നുമില്ല. രാവിലെയോ രാത്രിയോ ഞാൻ വുളൂ ചെയ്യും. ആ വുളൂ ചെയ്താൽ വുളൂവിന്റെ ശേഷം സുന്നത്തുണ്ട്. ആ സുന്നത്ത് നിസ്കാരം ഞാൻ ഇങ്ങനെ ഒറ്റം കണ്ട് നിസ്കരിക്കും, അതിന് എണ്ണൊന്നും ഉണ്ടാവില്ല. രാവിലെയായാലും രാത്രിയായാലും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പോലും അറിഞ്ഞില്ല മഹാനായ ബിലാൽ തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്. നബി തങ്ങൾ പോലും അറിഞ്ഞില്ല. ഇതുപോലെ അമലുകൾ രഹസ്യമാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, മനിസ്തത്വാഅ മിൻകും മൻ യകൂന ലഹു അമലുൻ ഖബീഅ ഫൽയഫ്അൽ. നിങ്ങൾക്ക് രഹസ്യമായ അമലുകൾ ഒരുമിച്ച് കൂട്ടി വെക്കാൻ, കളക്ട് ചെയ്ത് വെക്കാൻ, ശേഖരിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഫൽയഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യണം. മനിസ്തത്വാഅ മിൻകും, നിങ്ങൾക്ക് കഴിയുമോ? അയ്യകൂന ലഹു അമലുൻ ഖബീഅ,
അമലുൻ ഖബീഅ എന്ന് പറഞ്ഞാൽ രഹസ്യമായ അമൽ, നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന അമൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ ഫല്യഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ് രഹസ്യമായ അമൽ? ഏതൊക്കെയാണ്? 1 സുന്നത്ത് നിസ്കാരം, 2 സുയാം സുന്നത്ത് നോമ്പ്, 3 സ്വദഖ, 4 ദിക്ർ, 5 അള്ളാഹുവിനെ ഓർത്ത് കരയുന്നത്, 6 അള്ളാഹുവിനോട് രാത്രി സമയത്ത് ദുആ ചെയ്യുന്നത്, 7-മത്തേത് പാവങ്ങളായ ആളുകളെ രഹസ്യമായി സഹായിക്കുന്നത്, 8-മത്തേത് പരിശുദ്ധമായ ഖുർആൻ പാരായണം, 9-മത്തേത് രാത്രി സമയത്തുള്ള നിസ്കാരം ഖിയാമുൽ ലൈൽ, 10-മത്തേത് 2 പേര് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണങ്ങിയവർക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നത്. ഇതൊക്കെ രഹസ്യമായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങളൊരു സംഭവം. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, വളരെ രസകരമായ ഒരു സംഭവമാണ്. അദ്ദേഹം പറയാണ്, സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ അദ്ദേഹം പറയുന്നു, കാനത്ത് ലി സാരിയത്തുൻ ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഒരു പില്ലറുണ്ട്. നിങ്ങളുടെ പള്ളിയിൽ കുറേ പില്ലറുണ്ടല്ലോ. കാനത്ത് ലി സാരിയത്തുൻ ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പള്ളിയിലൊരു കോർണറുണ്ട്, എൻ്റെതായൊരു സ്ഥലം, നിസ്കരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അജ്ലിസു ഉസല്ലി ഇലൈഹൽ ലൈൽ. ആ രാത്രി, എല്ലാ രാത്രിയിലും ആ പില്ലറിനോട് ചേർന്ന്, ആ തൂണിനോട് ചേർന്ന്, ആ മൂലയോട് ചേർന്നിട്ടാണ് ഞാൻ നിസ്കരിക്കാറുള്ളത്. ഫഖഹത അഹ്ലുൽ മദീന സന. മദീനക്കാർക്ക് ഒരു വർഷം വല്ലാത്ത ക്ഷാമമുണ്ടായി, മഴയില്ലാതെ, വെള്ളമില്ലാതെ വല്ലാത്ത പ്രയാസമുണ്ടായി, വെള്ളത്തിന്റെ ക്ഷാമമുണ്ടായി. എല്ലാവരും ദുആ ചെയ്തു. യസ്തസ്ഖൂൻ ഫഖറജു യസ്തസ്ഖൂൻ. അവരെല്ലാവരും ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നടത്തി, ഇസ്തിസ്ഖാഇന്റെ ദുആ നടത്തി, വെള്ളം കിട്ടാനുള്ള പ്രാർത്ഥന, വെള്ളം കിട്ടാനുള്ള നിസ്കാരം. പക്ഷെ അല്ലാഹു അവർക്ക് വെള്ളം കൊടുത്തില്ല, അല്ലാഹു അവരുടെ ദുആഇനെ സ്വീകരിച്ചില്ല. ഫലമ്മാ കാന മിനൽ ലൈൽ. രാത്രിയായപ്പോൾ സ്വല്ലൈതു ഇശാ അൽ-ആഖിറ. ഞാൻ ഇശാ നിസ്കരിച്ചു ഫീ മസ്ജിദ് റസൂലില്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇശാ നിസ്കരിച്ചിട്ട് ഞാൻ എൻ്റെ ആ തൂണിനോട് ചേർന്ന് എൻ്റെ ആ മൂലയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. രാത്രി എല്ലാവരും പോയി, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ പില്ലറിനോട് ചേർന്ന് മൂലയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഫജാഅ റജുലുൻ അസ്വദ്. ഒരു കറുത്ത മനുഷ്യൻ ആ പള്ളിയിലേക്ക് വന്നു. കറുത്ത മനുഷ്യൻ പള്ളിയിലേക്ക് വന്നു. ഒരു വികൃതമായ വസ്ത്രം ധരിച്ച ആളാണ്. വികൃതമായ, വൃത്തിയൊന്നുമില്ലാത്ത, ദേഹമാസകലം പൊടിപടലങ്ങളുള്ള, മുടിയൊക്കെ ജടകുത്തിയ ഒരു കറുത്ത വർഗക്കാരനായ ഒരാൾ പള്ളിയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പിരടിയിൽ ഒരു ചെറിയ വസ്ത്രമുണ്ട്. എന്നിട്ട് ഞാൻ നിൽക്കുന്ന പില്ലറിന്റെ നേരെ മുമ്പിൽ അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി. ഫതഖദ്ദമ ഇല സാരിയത്തി ലതി ബൈന യദയ്യ. എൻ്റെ മുന്നിലുള്ള ആ പില്ലറിന്റെ നേരെ മുന്നിലേക്ക് അദ്ദേഹം പോയി. വകുന്തു ഖൽഫഹു. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിലായി. ഫഖാമ വസല്ല റകഅതൈൻ. എന്നിട്ട് അദ്ദേഹം 2 റകഅത്ത് നിസ്കരിച്ചു. സുമ്മ ജലസ. നിസ്കരിച്ചിട്ട് അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. ഐ റബ്ബ്, ഐ റബ്ബ്, അല്ലാഹുവേ, ഖറജ അഹ്ലു ഹറമി നബിയിക. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട്ടുകാർ യസ്തസ്ഖൂൻ, നിന്നോട് വെള്ളം ചോദിച്ചിട്ട് നീ എന്തേ അവർക്ക് വെള്ളം കൊടുക്കാത്തത്? അദ്ദേഹം 2 റകഅത്ത് നിസ്കരിച്ച് ദുആ ചെയ്യാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട്ടുകാർ നിന്നോട് വെള്ളം ചോദിച്ചിട്ട് എന്തേ നീ വെള്ളം കൊടുക്കാത്തത്? ഫഅന ഉഖ്സിമു അലൈക ലമാ സഖൈതഹും. അള്ളാഹുവേ, ഞാൻ നിന്നെ സത്യം ചെയ്ത് പറയാണ്, എന്തായാലും നീ അവർക്ക് വെള്ളം കൊടുത്തേ പറ്റൂ റബ്ബേ. ഇല്ല അൻ തസ്ഖിയഹും, നീ നിർബന്ധമായിട്ടും അവർക്ക് വെള്ളം കൊടുക്കണമെന്ന് 2 റകഅത്ത് നിസ്കരിച്ചയാൾ അള്ളാഹുവിനോട് പറയാണ്. ഫയഖൂലു ഇബ്നുൽ മുൻകദിർ, മഹാനായ ഇബ്നു മുൻകദിർ തങ്ങൾ പറയാണ്, ഫഖുൽതു മജ്നൂൻ. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഏതൊരു ഭ്രാന്തൻ. ഞാൻ മനസ്സിലങ്ങനെ, അങ്ങനെയല്ല നമ്മളും പറയാം. ഒരാൾ പള്ളിയിൽ വന്നിട്ട് പറയാം, പഠിച്ചോ നീ എന്തവർക്ക് വെള്ളം കൊടുക്കാതെ വേഗം കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? അയാൾക്ക് എന്തോ ഒരു ഭ്രാന്തുണ്ടെന്നല്ലേ പറയാം. ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറഞ്ഞു, അയാൾക്ക് ഭ്രാന്താണ് എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലമ്മാ വളഅ യദഹു ഹത്താ സമിഅതു റഅദ. ആ കൈ താഴേക്ക് വെക്കേണ്ട താമസം ഇടിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹത്താ സമിഅതു റഅദ, ഇടിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ثم جاءت السماء بشيء من المطر.
ഉടനെ തന്നെ ആകാശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന അള്ളാഹുവിന്റെ മഴയുണ്ടായി, വല്ലാത്ത മഴയുണ്ടായി. ഞാൻ മഴ കാരണം വേഗം മഴവെള്ളം കൊള്ളാതിരിക്കാൻ വേണ്ടി വേഗം ഞാൻ വീട്ടിലേക്ക് ഓടി. അങ്ങനെ ഫലമ്മാ സമിഅൽ മതറ, ഞാൻ അദ്ദേഹം മഴയുടെ ശബ്ദം അദ്ദേഹം കേട്ടപ്പോ ഹമിദല്ലാഹ ബിമഹാമിദിൻ ലം അസ്മഅ ബിമിസ്ലിഹാ ഖത്തു, ഇതുപോലെ വേറെ ഒരാളും അല്ലാഹുവിനെ സ്തുതിക്കുന്നത് ഞാൻ കണ്ടില്ല. ആ മനുഷ്യൻ അല്ലാഹുവിനെ വല്ലാതെ സ്തുതിച്ചു. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വമൻ അന, ഞാൻ ആരാ? വമാ അന ഹൈതു ഇസ്തജബ്ത ലീ വലാകിൻ ഉത്തു ബിഹംദിക വബിതൂലിക്, ഞാൻ ആരാ, എനിക്ക് ഉത്തരം തരാൻ ഞാൻ ആരാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി. സുമ്മ ഖാമ, പിന്നെ അദ്ദേഹം വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങി, പള്ളിയിൽ വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിസ്കാരം തുടർന്ന് സുബഹിയുടെ ഭാഗമായപ്പോൾ സുബഹിയായി എന്നറിഞ്ഞപ്പോൾ സജദ, അദ്ദേഹം സുജൂദ് ചെയ്തു. പിന്നെ നേരെ വിത്ർ നിസ്കരിച്ചു. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. എന്നിട്ട് സുബഹിയും നിസ്കരിച്ചു. ഫദഖല ഫിസ്സലാത്തി മഅന്നാസ്, ഞാനും അദ്ദേഹത്തിന്റെ കൂടെ സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്തു. ഫലമ്മാ സല്ലമൽ ഇമാം സലാം വീട്ടിയ ശേഷം, നിസ്കാരം കഴിഞ്ഞ ശേഷം പള്ളിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയി. ഞാനും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ നടന്ന് അദ്ദേഹം അറിയാതെ ഇലാ ബാബിൻ, ഒരു വീട്ടിലേക്ക് അദ്ദേഹം എത്തിയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ വീട് നോട്ട് ചെയ്തു വെച്ചു, ഇതാണ് അയാളുടെ വീട് എന്ന്. ഫലമ്മാ കാനത്തിൽ ലൈലത്തു സാനിയ, 2ാമത്തെ രാത്രിയും ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ആ മൂലയിലിരിക്കുമ്പോ ഈ മനുഷ്യൻ വന്നു. ഈ മനുഷ്യൻ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ സുബഹി നിസ്കാരം വരെ അദ്ദേഹം നിസ്കരിച്ചു. സുബഹിയോട് ബാങ്ക് കൊടുത്തപ്പോ ജമാഅത്തായി സുബഹി നിസ്കരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ 2ാമത്തെ ദിവസവും അദ്ദേഹം അതേ വീട്ടിലേക്ക് തന്നെയാണ് കയറിയത്. അങ്ങനെ 3 ദിവസം അങ്ങനെ സംഭവിച്ചു. 3ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സൂര്യൻ ഉദിച്ച ശേഷം ഞാൻ ളുഹാ നിസ്കരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഫഇദാ അന ബിഹി ഖായിദുൻ, അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയാണ്. അദ്ദേഹം നാട്ടിലെ ചെരുപ്പ് കുത്തി. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, നാട്ടിൽ ചെരുപ്പ് കുത്തുന്ന പണിയാണ് അദ്ദേഹത്തിന്, ചെരുപ്പ് കുത്തുന്ന പണി. അങ്ങനെ ഞാൻ പോകുമ്പോൾ അദ്ദേഹം ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിനുള്ളിൽ ചെരുപ്പ് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, യാ അബാ അബ്ദുല്ലാ മർഹബൻ, അബാ അബ്ദുല്ലാ നിങ്ങളെന്താ ഇവിടെ? മർഹബൻ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അലക ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വെച്ചു. എന്തെങ്കിലും ചെരുപ്പ് തുന്നാനുണ്ടോ എന്ന് വെച്ചു. ഫജലസ്തു ഫഖുൽതു, ഞാൻ പറഞ്ഞു എനിക്കൊരാവശ്യവുമില്ല. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, അലസ്ത സ്വാഹിബൈ ബാരിഹത്തൽ ഊല, ഇന്നലെ രാത്രി നിങ്ങളല്ലേ രാത്രി പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചതും ദുആ ചെയ്തതും, ദുആ ചെയ്തപ്പോൾ മഴ വന്നതും നിങ്ങൾ കാരണത്താലല്ലേ? ഇത് കേൾക്കുമ്പോൾ ഫസ്വദ്ദ വജ്ഹുഹു വസ്വാഹബി, അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ മുഖം കറുത്തിട്ട് എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു, വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇങ്ങനെ ഒരു ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ദേഷ്യപ്പെട്ടു. എൻ്റെ ഈ വരവ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മെല്ലെ പിരിഞ്ഞുപോയി. പിന്നെ ഞാൻ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാത്രി ഞാൻ പള്ളിയിൽ പോയി. എൻ്റെ അതേ സ്ഥലത്ത് ഇങ്ങനെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാൻ. സുമ്മത്തു സാരിയെത്തി, എൻ്റെ ആ പില്ലറിൽ, എൻ്റെ ആ കോർണറിൽ ഇരുന്നിട്ട് അദ്ദേഹത്തെ ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വന്നില്ല. അന്ന് രാത്രി നിസ്കരിക്കാൻ അദ്ദേഹം വന്നില്ല. ഇന്നാ ലില്ലാഹ്, പടച്ചോനെ ഞാൻ എന്തായി ചെയ്ത്? ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യന്റെ നിസ്കാരം തടയാനുള്ളൊരു കാരണക്കാരൻ ഞാൻ ആയിപ്പോയല്ലോ. സുബഹി വരെ ഞാൻ കാത്തുനിന്ന് അദ്ദേഹം വന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് ളുഹാ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ഫഇദാ ബാബുൽ ബൈത്ത് മഫ്തൂഹ്, അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. വീട്ടിൽ ഒരു വസ്തു പോലുമില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ വീട്ടുകാരനോട് പറഞ്ഞു, യാ അബാ അബ്ദുല്ലാ, നിങ്ങൾ എന്ത് പണിയാണ് ഇന്നലെ എടുത്തത്? മാ കാന ബൈനക വ ബൈന ഹാദാ അംസ്, ഇന്നലെ ഇയാളും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നമുണ്ടായത്? അദ്ദേഹം പറഞ്ഞു, എന്താ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ വന്ന് സംസാരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും, ചെരുപ്പ് തുന്നാനുള്ള എല്ലാ വസ്തുക്കളും ഒരു തട്ടത്തിലിട്ട് ആ തട്ടം ഒരു പാക്ക് പോലെ കയ്യിൽ ചുമന്ന് അതൊരു ഭാണ്ഡമാക്കി വീട് വിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. വീട്ടിലൊരു വസ്തു പോലും ബാക്കി വെച്ചിട്ടില്ല. ആ സമയത്ത്
അദ്ദേഹം പറയാണ്, ഞാൻ വീട്ടിൽ നിന്നിറങ്ങി, എന്നിട്ട് എനിക്കറിയാവുന്ന എല്ലാ വീടുകളിലും ഞാൻ കയറി. മദീനയിൽ എനിക്കറിയാവുന്ന എല്ലാ വീടുകളിലും ഞാൻ കയറി, ഈ മനുഷ്യനുണ്ടോ എന്ന് അന്വേഷിക്കാൻ. പക്ഷെ ഇന്ന് വരെ ആ മനുഷ്യനെ തിരിച്ചു കിട്ടിയിട്ടില്ല, ഞാൻ രണ്ടാമതൊരു തവണ കണ്ടിട്ടില്ല എന്ന് മഹാനായ ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറയാണ്. അഥവാ അല്ലാഹുവിന് ദുആഇന് ഉത്തരമുള്ളൊരു മനുഷ്യൻ ആരാണ്? അയാൾ ചെരുപ്പ് കുത്തിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ചെയ്യുന്ന അമൽ അല്ലാഹു അല്ലാതെ വേറെ ഒരാൾ കാണുന്നത് ഇഷ്ടമല്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അല്ലാഹുവും അയാളല്ലാതെ വേറൊരാൾ കണ്ടു എന്നറിഞ്ഞപ്പോൾ നാട് വിട്ടുപോയി. ഇനി വേറൊരു നാട്ടിലേക്ക്, പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക്. സത്യം പറഞ്ഞ നമ്മളൊക്കെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ കൊണ്ടു നടക്കുന്നവരും നമ്മളൊക്കെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ കഴിവിൻ്റെ പരമാവധി ആളുകൾ കാണാൻ ഷോഫ് കാണിക്കുന്ന കാലമല്ലേ? അമലുകൾ 4 ആൾ കാണണം, അമലുകൾ 4 ആൾ അറിയണം എന്ന് വെച്ച് നാട്യങ്ങളും അഭിനയവും നാടുമായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. പിന്നെ എങ്ങനെ അള്ളാഹു നമ്മുടെ ദുആക്കൊക്കെ ഉത്തരം തരിക? അള്ളാഹു നമ്മുടെ ദുആഇന് എങ്ങനെയാണ് ഉത്തരം തരിക? മഹാനായ ഇമാം മാവർദി തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ. മാവർദി തങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ലം യൽഹർ ശൈഅൻ മിൻ തസ്വാനീഫിഹി ഫീ ഹയാത്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥം പോലും അദ്ദേഹം പുറത്തുവിട്ടില്ല. ഒരുപാട് ഗ്രന്ഥം എഴുതിയ ആളാണ് മാവർദി ഇമാം. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം പോലും അദ്ദേഹം പുറത്തുവിട്ടില്ല. എല്ലാം അദ്ദേഹം ഒരു മുറിയിൽ എഴുതി ഗ്രന്ഥം റെക്കോർഡ് ചെയ്ത് പുസ്തകങ്ങളാക്കി ഒരു മുറിയിലിട്ട് പൂട്ടി വെച്ചു. വഇന്നമാ ജമഅഹാ കുല്ലഹാ ഫീ മൗളിഅ ഫലമ്മാ ദനത് വഫാതുഹു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന സ്വന്തക്കാരനായ ഒരാളോട് പറഞ്ഞു, ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ് ഈ മുറി നിറയെ ഉള്ളത്, ഇതെല്ലാം എൻ്റെ രചനയാണ്, ഞാൻ എഴുതി വെച്ച കിതാബുകളാണിത്. എനിക്ക് മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയത്ത് നീ എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് ഫജഅൽ യദക ഫീ യദി, എൻ്റെ കയ്യിൽ നിന്റെ കൈ വെക്കണം. ഫഇൻ ഖബൽതു അലൈഹാ വഅസറതുഹാ ഫഅലം അന്നഹു ലം യുഖ്ബൽ. ഞാൻ നിന്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ നീ മനസ്സിലാക്കണം, ആ കിതാബുകളൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഉടനെ പോയി ആ റൂമിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എടുത്തിട്ട് ഫജഅൽഹാ വഅൽഖിഹാ ഫീ നഹ്രി ദിജ്ല, ടൈഗ്രീസ് നദിയിലേക്ക് നീ വലിച്ചെറിയണം. ആ രാത്രി തന്നെ ഒരാളും അറിയാതെ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എഴുതി വെച്ച എല്ലാ ഗ്രന്ഥങ്ങളും ടൈഗ്രീസ് നദിയിലേക്ക് വലിച്ചെറിയണം. വഇൻബസത്തു യദയ്യ, ഞാൻ നിന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതിന് പകരം ഞാൻ കൈ ഇങ്ങനെ വിശാലമായി നീട്ടിയാൽ നീ മനസ്സിലാക്കണം, ഫഅലം അന്നഹാ ഖുബിലത്, ആ ഗ്രന്ഥങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ എൻ്റെ മരണത്തിന്റെ ശേഷം എല്ലാ പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യണമെന്ന് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. എന്നാൽ അദ്ദേഹം കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതിന് പകരം അദ്ദേഹം കൈ നീട്ടുകയാണ് ചെയ്യുന്നത്. ഫഅലിംതു അന്നഹാ അലാമത്തുൽ ഖബൂൽ, അദ്ദേഹത്തിന്റെ കിതാബുകൾ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ്. അങ്ങനെ ആ ഗ്രന്ഥങ്ങളിലുള്ള ആ റൂമിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്തു എന്ന് മഹാനായ ഇമാം മാവർദി തങ്ങളുടെ സുഹൃത്ത് നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, വദിത്തു അന്നന്നാസ തഅലമു ഹാദൽ ഇൽമ വലാ യുൻസബു ഇലാ ശൈഇൻ മിൻഹു അബദാ. ഈ ഞാൻ എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊക്കെ എൻ്റെ പേരിൽ പറയപ്പെടാതിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. വദിത്തു, ഞാൻ ആഗ്രഹിച്ചു പോവാണ്, എൻ്റെ ഇൽമുകളൊക്കെ ജനങ്ങൾക്ക് എത്തണം. ഞാൻ എഴുതി വെച്ച ഉമ്മായാലും ഞാൻ എഴുതി വെച്ച ഏത് ഗ്രന്ഥങ്ങളായാലും അതിൻ്റെ ഇൽമെല്ലാം ജനങ്ങൾക്ക് എത്തണം, അതിൻ്റെ ഉപകാരം ജനങ്ങൾ അനുഭവിക്കണം. വലാ യുൻസബു ഇലയ്യ ശൈഉൻ മിൻഹു അബദാ, അതിൽ നിന്നുള്ള ഒരു കൂലി പോലും, അതിൽ നിന്നുള്ള ഒരു ക്രെഡിറ്റ് പോലും എനിക്ക് കിട്ടാൻ പാടില്ല, എൻ്റെ പേര് അറിയപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല എനിക്ക് പ്രതിഫലം തരുകയും ആരും എന്നെ സ്തുതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലാഹു എനിക്ക് പ്രതിഫലം തരൂലേ എന്ന വിശ്വാസപ്രകാരം മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പോലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ അമലുകളൊക്കെ രഹസ്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും രഹസ്യമായി അമൽ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ.
രാത്രി സമയങ്ങളിൽ നന്നായി തഹജ്ജുദ് നിസ്കരിക്കുക. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരാൾ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം ഏതാണ്? ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, എല്ലാവരും കിടന്നുറങ്ങുന്ന രാത്രിയുടെ അവസാനത്തെ സമയത്താണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. രാത്രി 2 മണിക്ക് ശേഷം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. നമ്മുടെ മക്കളൊക്കെ പീടിക തിണ്ണയിലും ബസ് സ്റ്റാൻഡിലും ക്ലബിലൊക്കെ ആയിരിക്കും. ഏതുവരെ? മാക്സിമം പോയാൽ ഒരു 2 മണി വരെ. എല്ലാവരും 2 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങും. ആ സമയമായാൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കലാണ്, എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, ലഅൻ നുസല്ലി റകഅതൻ ബില്ലൈലി അഹബ്ബു ഇലയ്യ മിൻ അൻ നുസല്ലി 10 ബിന്നഹാർ. പകൽ സമയങ്ങളിൽ 10 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം രാത്രി സമയങ്ങളിൽ 1 റകഅത്ത് നിസ്കരിക്കലാണ് എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, രാത്രി 1 റകഅത്ത് നിസ്കരിക്കലാണ് രാവിലെ 10 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. എന്തേ? രാത്രിയാകുമ്പോൾ അത് ഞാൻ എൻ്റെ റബ്ബെ അറിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ രക്ഷപ്പെടണം. ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് നമ്മളെല്ലാം ഈ പണിയെടുക്കുന്നത്. എന്താ ഈ മദ്രസ ഇടുന്ന് ഇത്ര കോടികൾ ചെലവഴിച്ച മദ്രസ 200 ചില്ലാനം വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട്. എന്തിനാ ഇവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്? ആഖിറം രക്ഷപ്പെടണം. അള്ളാഹുവിൽ വിശ്വാസം ആഖിറല്ലെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരോടും ഫീസ് വാങ്ങിയിട്ട് വേണ്ട ആൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? മദ്രസ പഠിക്കണോ? മാസത്തിൽ 2000 രൂപ, കൊല്ലത്തിൽ 10,000 രൂപ. താല്പര്യമുള്ള ആൾ പഠിച്ചാൽ മതി. പക്ഷെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന് ബേസിക് ആയിട്ടുള്ള മതവിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്, സർക്കാരിൻ്റെ ബാധ്യതയാണ് നമ്മുടെ മക്കൾക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് നൽകുക എന്നുള്ളത്. 10ാം ക്ലാസ് വരെ 15 വയസ്സ് വരെ ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കണം മക്കൾക്ക്. നിർബന്ധമാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അതേപോലെയുള്ള സർക്കാരിൻ്റെ ബാധ്യത ഉള്ളതുപോലെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് നമ്മുടെ മക്കൾക്ക്, സൊസൈറ്റിക്ക്, മുസ്ലിം സമൂഹത്തിന് മതവിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ടാവും. ആ സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു എന്ന് ക്രെഡിറ്റ് എടുക്കണ്ട. അതൊക്കെ നമ്മുടെ അവകാശമാണ്. പഠിപ്പിക്കൽ നിർബന്ധമായ ബാധ്യതയാണ്. സമൂഹത്തിൻ്റെ ഉപ്പും ചോറും തിന്നു എന്നുള്ള കണക്കൊന്നും ആരും പറയണ്ട. പഠിപ്പിക്കൽ എല്ലാവരും നിർബന്ധ ബാധ്യതയാണ്. നിർബന്ധമായിട്ട് പഠിപ്പിച്ചിരിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദികളാണ്. പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ പൈസയ്ക്ക് നമ്മൾ ചെലവഴിക്കുന്നതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാത്രി സമയമായാൽ 2 റകഅത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. ഭാര്യ, ഭർത്താവ്, വീട്ടുകാർ, മാതാപിതാക്കളൊന്നും അറിയാതെ നിസ്കരിക്കണം. അപ്പോൾ സ്വന്തമായിട്ട് എല്ലാവർക്കും സ്വന്തം റൂമാണ്. രാത്രി കാമുകിമാരോടും കാമുകന്മാരോടൊക്കെ സംസാരിച്ചും വീഡിയോ കോൺഫറൻസ് നടത്തിയേക്കും. സുബഹി വരെ സംസാരിക്കുന്ന ചെറുപ്പക്കാർക്ക് 2 റകഅത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. സുബഹി വരെ കടന്നുറങ്ങാതെ വീഡിയോ കോൾ നടത്താൻ പറ്റും. സുബഹി വരെ ഏതെങ്കിലും ഫെഡ്ലൈറ്റ് ടൂർണമെൻറ്റുകൾ കാണാൻ ഒരു മടി ഉണ്ടാവില്ല, കളി കാണാൻ മടി ഉണ്ടാവില്ല, സിനിമ കാണാൻ മടി ഉണ്ടാവില്ല. എന്നൊരു 2 റകഅത്ത് നിസ്കരിക്കുമ്പോൾ ആരുമില്ല, ഉമ്മൻ്റെ പുറത്ത് കടന്നുറങ്ങല്ലേ, 2 റകഅത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞാൽ എന്താ പത്രം പഠിക്കാൻ? 5 മിനിറ്റ് വേണം. 2 റകഅത്ത് നിസ്കരിക്കാൻ 5 മിനിറ്റ് വേണം. പക്ഷെ പിശാച്ച് നമ്മൾ സമ്മതിക്കൂല. പിശാച്ച് നിങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ അനുവദിക്കൂല. അപ്പം നമ്മൾ പിശാച്ചിനോട് യുദ്ധം ചെയ്തിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായി മാറുന്നത്. മഹാനായ ഹുസൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹൽ അന മിനൽ മുനാഫിഖീൻ, ഞാൻ മുനാഫിഖീങ്ങളിൽപ്പെട്ട ആളാണോ? ഒരാൾ ചോദിച്ചു ഹുസൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട്, ഞാൻ മുനാഫിഖീങ്ങളിൽപ്പെട്ട ആളാണോ? അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അതുസല്ലി ഇദാ ഖലൗത, നീ ഒറ്റയ്ക്ക്, ആരുമില്ലാതെ ഒറ്റയ്ക്ക് നീ ഇരിക്കുന്ന, കിടക്കുന്ന, ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നീ അള്ളാഹുവിന് വേണ്ടി 2 റകഅത്ത് നിസ്കരിക്കാറുണ്ടോ? അതുസല്ലി ഇദാ ഖലൗത, ആളുകളുടെ മുമ്പിലല്ല തറാവീഹ് നിസ്കരിച്ചോ, രാത്രി റമദാനിൽ തസ്ബീഹ് നിസ്കരിച്ചോ എന്നുള്ളതല്ല. അതുസല്ലി ഇദാ ഖലൗത, ഒറ്റയ്ക്ക് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നീ 2 റകഅത്ത് നിസ്കരിക്കാറുണ്ടോ? വതസ്തഗ്ഫിറു ഇദാ അദ്നബ്ത, ഒരു തെറ്റു ചെയ്താൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാറുണ്ടോ? ജീവിതത്തിൽ തെറ്റു വരുമ്പോൾ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാറുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നഅം, അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബ് ഫമാ ജഅലകല്ലാഹു മുനാഫിക, പോയിക്കോളൂ, നീ മുനാഫിഖല്ല. രാത്രി 2 റകഅത്ത് നിസ്കരിക്കാൻ കഴിയുന്നവന് മുനാഫിഖല്ല, തെറ്റു ചെയ്താൽ തൗബ ചെയ്യുന്നവന് മുനാഫിഖല്ല. ആര് പറഞ്ഞു? മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിക്കുന്നവരാണ്.
കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യുഖാദിഊന അല്ലാഹ, അല്ലാഹുവിനെ വഞ്ചിക്കുന്നവരാണ്. വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാലാ. അവർ നിസ്കരിക്കാൻ വന്നാൽ മടിയന്മാരായിട്ട് അവർ ആ നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ച് അവർ നിസ്കരിക്കും. നിസ്കരിച്ചില്ലെങ്കിൽ പള്ളിക്ക് വന്നില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് ആളുകൾ കാണാൻ വേണ്ടി അവർ പള്ളിയിലേക്ക് വരും. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാനാ അവർ നിസ്കരിക്കുക. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, രാത്രിയിൽ അള്ളാഹുവിനെ തീരെ അവർ ഓർക്കൂല. ജനങ്ങളെ കാണിക്കാനാണ് അവർ നിസ്കരിക്കുക, ജനങ്ങളെ കാണിക്കാനാണ് അവർ അമൽ ചെയ്യുക. അവരാണ് മുനാഫിക്കീങ്ങളെന്ന് മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ പറയുന്നുണ്ട്. ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി 2 റക്അത്ത് നിസ്കരിക്കണം. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ശൈലിയാണത്. ഖബലക്കും, നിങ്ങളെക്കാൾ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളായ ആളുകളുടെ ശൈലിയാണത്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പവഴിയാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, തെറ്റിൽ നിന്നകലാനുള്ള എളുപ്പവഴിയാണ്. ഒരാൾക്ക് തെറ്റു ചെയ്യാതിരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കണം. പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരാനുള്ള ഏറ്റവും നല്ല വഴി രാത്രി സമയങ്ങളിൽ നിസ്കരിക്കലാണ്. ശരീരത്തിലേക്ക് മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ രാത്രി തഹജ്ജുദ് നിസ്കാരം നല്ലതാണ് എന്ന് പാരാ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, രഹസ്യമായി ദുആ ചെയ്തു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. അപ്പോൾ അല്ലാഹു ഉത്തരം നൽകി. ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട ഫലസ്തീനികൾ 6 മാസത്തോളമായി പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ദുരിതം അനുഭവിക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, കിടക്കാൻ പാർപ്പിടമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, നിരന്തരമായി ബോംബ് സ്ഫോടനങ്ങളിലൂടെ ദിവസവും 100 കണക്കിന് മക്കൾ മരിച്ചു പോകുമ്പോ ഒന്നുകിൽ കൈയില്ല, അല്ലെങ്കിൽ കാലില്ല. ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലെ ചതഞ്ഞു കിടക്കുന്ന പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളുടെ ഡെഡ് ബോഡികളും ശവശരീരങ്ങളും കാണുമ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു രാത്രി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ചവനെ, ക്രൂരന്മാരായ ആ ജൂതന്മാരെ നീ നശിപ്പിക്കണേ റബ്ബേ, ക്രൂരന്മാരായ ജൂതന്മാരെ നീ നശിപ്പിക്കണേ അല്ലാഹ്. അക്രമികളായ അവരുടെ അക്രമങ്ങളിൽ നിന്ന് പാവപ്പെട്ട ഫലസ്തീനികളെ നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളാണ്, ആയുധങ്ങളില്ലാതെ നിരായുധരായ, മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം പോലും എത്താൻ സംവിധാനമില്ലാത്ത, സ്വന്തമായി പാസ്പോർട്ട് ഇല്ലാത്ത, സ്വന്തമായി എയർപോർട്ട് ഇല്ലാത്ത, സ്വന്തമായ ഒരു രാജ്യമായി അംഗീകരിക്കപ്പെടുക പോലും ചെയ്യാത്ത പാവപ്പെട്ട ഫലസ്തീനികളെ വലിയ ലോകശക്തിയായി ചമയുന്ന ഇസ്രയേലും അമേരിക്കയും കൂടി നിരന്തരമായി ബോംബ് സ്ഫോടനങ്ങളിലൂടെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോ 50,000 കണക്കിന് ആളുകൾ 6 മാസം കൊണ്ട് മരിച്ചു വീഴുമ്പോ ലോകരാജ്യങ്ങളെല്ലാം മിണ്ടാതിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ലയോ? നമ്മളുടെ ആയുധം എന്ന് പറയുന്നത് ദുആ അല്ലയോ? ആരാണ് ഒറ്റയ്ക്കിരുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തത്? ആരാണ് ഒറ്റയ്ക്കിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്ന രാത്രികളിൽ നിങ്ങളുടെ ഏറ്റവും അണുബോംബിനെ വെല്ലുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്കിരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഇലാഹായ റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് കരയുമെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകിയിട്ട് ആ പാവപ്പെട്ട ഫലസ്തീനികളിലെ പിഞ്ചോമന പൈതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ നമ്മളും അല്ലാഹുവിനോട് ദുആ ചെയ്യാ. ഉസ്താദുമാര് ദുആ ചെയ്യും, ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ പോരാ, ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യണം. മഴ വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യണം. ഉസ്താദുമാര് പള്ളിയിൽ ദ്വാരക്കുമ്പോൾ ഖുതുബക്ക് ദ്വാരക്കും ആമീൻ എന്ന് പറയാം. അത് തന്നെ എവിടെയെങ്കിലും മനസ്സും ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യും. നിദാഅൻ ഖഫിയ, രഹസ്യമായി ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ഉത്തരം കൊടുത്തു. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ,
ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ അല്ലാഹുവിനോട് രഹസ്യമായും വിനയത്തോടെയും ദുആ ചെയ്യണം. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. കഴിവിന്റെ പരമാവധി അള്ളാഹുവിന് വേണ്ടി വളരെ രഹസ്യമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. റഹ്മുർ റഹീമായ റബ്ബ് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ ഖൽബ് അള്ളാഹു ശുദ്ധീകരിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. ബിലാൽ എന്ന ഒരു കുട്ടിക്ക് അസുഖം മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ. അള്ളാഹു നമ്മൾക്കൊക്കെ അനുഗ്രഹീതമായ മഴ, കോരിച്ചൊരിയുന്ന മഴ അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. ഭക്ഷണം നൽകിയ മൊയ്ച്ച അള്ളാഹു അവരുടെ നല്ല ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഭക്ഷണം ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു ആ വീട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ് ഞാൻ. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സുബൈക്ക് 6 മണിക്ക് ഇറങ്ങിയതാണ്. ഞാൻ കുറച്ച് വൈകിട്ടൊക്കെ ശേഷമാക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഒന്ന് വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഹനീഫ് കാച്ചാളം, നമ്മുടെ എൻ്റെ പെങ്ങളെ മകനാണ്. അപ്പോൾ വിളിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് വളരെ വിളിച്ചിരുന്നു പരിപാടിക്ക്. അപ്പോൾ മാഷാ അല്ലാഹ് കോടിയമ്പേര് ഞാൻ മുമ്പൊക്കെ വന്നിരുന്നു ഇവിടെ, അല്ലേ? ഏതോ ഒരു ഉറൂസിന് എന്തിനോ വന്നിരുന്നു, അല്ലേ? എന്തിനോ ഞാൻ വന്നിരുന്നു ഇവിടെ. ഉറൂസിനും തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ സാലുദ്ദീൻ ഇസാമി ഇവിടെ ഉണ്ടായിരുന്നു. സാലുദ് എൻ്റെ മഹലിലാണ്, ചെറുക്കട. അപ്പം അവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ കാണുന്നില്ല. ഇവിടെ ഏകദേശം കുറേ വർഷമായി. ഒരു മഹലിൽ കുറേ വർഷം നിൽക്കാന്ന് വെച്ചാൽ വലിയൊരു ക്രെഡിറ്റാണ്. നമുക്കൊന്നും കഴിയാത്തൊരു കാര്യമാണ്. നമുക്ക് കുറച്ച് 4-5 വർഷമാകുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങും, എങ്ങനെയെങ്കിലും പുതിയൊരാളെ കൊണ്ടുവരണമെന്ന് ആളുകൾക്ക് തോന്നും. പൊതുവെ എങ്ങനെ ഉണ്ടാവും, എല്ലാ മഹലിലും ഉണ്ടാവില്ല. അങ്ങനെയാണ്. കുറേ കാലം നിന്നാൽ നാട്ടുകാർക്കൊക്കെ തോന്നും ഇത് പുതിയൊരാളെ കൊണ്ടുവരണം, ഇത് കുറേ കാലമായില്ലേ. നമുക്ക് തന്നെ ഒരു വണ്ടി 2-3 വർഷം ഉപയോഗിച്ചാൽ ഇത് മാറ്റിയിട്ട് പുതിയ വണ്ടി എടുക്കണമെന്ന് തോന്നാറില്ലേ? അതേപോലെ നാട്ടുകാർക്ക് ഖത്തീബും സദറും ഉസ്താദും ഇമാമൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, ഇതൊന്ന് മാറ്റിയിട്ട് പുതിയൊരു വണ്ടി കൊണ്ടുവന്നാലോ. സത്യത്തിൽ അതല്ല ഖൈർ. ഒരു മഹല്ലിൽ ഒരു ഉസ്താദിനെ നമുക്ക് മരിക്കുന്നത് വരെ നിർത്താൻ പറ്റുമെങ്കിൽ അതാണ് ഖൈർ. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ 20 വർഷക്കേട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഇവർ ശിഷ്യന്മാരായിരിക്കും. ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളായിരിക്കും. എത്ര വലുതായാലും മുതിർന്നവർ 20 വർഷത്തെ കുട്ടികൾ 30 ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ ഇവർ ബന്ധമുണ്ടാവും, നാട്ടിലുള്ള എല്ലാ ആളുകളെ കുറിച്ച് അറിയും. ഇനി പുതിയൊരാൾ വന്നാലോ, ഇനി എല്ലാവരും പരിചയപ്പെടണം. അവർക്ക് ഉസ്താദിനൊരു ബഹുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒന്നുമില്ലെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദിനൊക്കെ നമ്മുടെ മക്കൾ എത്ര മോശമായാലും അവർ ബഹുമാനിക്കും. നമ്മൾ അങ്ങനെ അതവില്ലാത്ത മക്കളായിട്ടൊന്നും നമ്മുടെ മക്കൾ മാറിയിട്ടില്ല. ഉസ്താദ്മാരൊക്കെ ബഹുമാനിക്കും. ബാക്ക് എന്ന് പറഞ്ഞാലും മുമ്പ് നോക്കി എന്തായാലും നമ്മുടെ മക്കളൊക്കെ ഉസ്താദ്മാരൊക്കെ നല്ലോണം റെസ്പെക്റ്റ് ചെയ്യും. പറഞ്ഞാൽ കേൾക്കും, വിളിച്ചാൽ വരും. അങ്ങനെ മുഖം നോക്കിയിട്ട് ദേഷ്യപ്പെടുന്ന, കുറ്റപ്പെടുത്തുന്ന, പുച്ഛത്തോടെ കാണുന്ന മക്കളൊന്നും നമ്മുടെ നാട്ടിൽ ഇവിടെ ഇല്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മഹല്ലിൽ അവർ നാടിന് ബെനിഫിറ്റ് ആണെങ്കിൽ കഴിവിൻ്റെ പരമാവധി നിർത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്. സ്കൂളിലൊക്കെ പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാവും, നല്ല കഴിവുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് കഴിവുണ്ടെന്ന് തോന്നിയാൽ വേറെ സ്കൂളും എല്ലാം ഇവരെ വിളിക്കാൻ നോക്കും. അപ്പോൾ ഇവർ നമ്മളോട് ഡിമാൻഡൊക്കെ, അപ്പോൾ നമുക്ക് 25,000 സാലറി എന്നാലേ നമ്മൾ നിൽക്കുള്ളൂ. കാരണം വേറെ സ്കൂളിൽ നമുക്ക് ഇതിനേക്കാളും വലിയ ഓഫർ ഉണ്ട്. അപ്പോൾ നല്ല കഴിവുള്ള ടീച്ചേഴ്സാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? 25 ഇവിടെ നിൽക്ക്. നമ്മളങ്ങനെ ചെയ്യുക. കഴിവുള്ള ടീച്ചേഴ്സിന് ഒരിക്കലും നമ്മൾ എന്തായാലും ഒഴിവാക്കി വിടൂല. 25 കൊടുക്കും, 50 വെച്ചാൽ 50 കൊടുക്കും. ഈ കൊടുക്കുന്ന സാലറിക്കുള്ള പണി അവർ എടുക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ നിർത്തൂല. അതേപോലെ ഉസ്താദുമാരൊക്കെ, കഴിവുള്ള ഉസ്താദുമാരൊക്കെ നമ്മൾ നിലനിർത്തണം. സാലുദ്ദീൻ ഇസ്ലാമൊക്കെ സംഘാടകനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെറിയൊരു ദുആ കൂടി ചെന്ന് നമുക്ക് പിരിയാം. ഉച്ച പ്രത്യേകിച്ച് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ച തിന്നാനൊന്നും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തിന്നൽ വളരെ കുറവ് തന്നെയാണ്. നമ്മൾ തടി കാണുന്ന നോക്കണ്ട, ഫുഡൊക്കെ ഭയങ്കര കുറവാണ്. വളരെ കുറച്ച് തിന്നണമെന്ന് പ്രസംഗിക്കുന്ന ആളുമാണ്. വളരെ കുറച്ച് തിന്നണം നമ്മളൊക്കെ. ഒരു വയറിൻ്റെ ഒരു പകുതി 30% വെള്ളത്തിന് 30%, ഭക്ഷണത്തിന് തിന്നൊരു 30% ഒഴിച്ചിടണം. നമുക്കൊന്നും വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിങ്ങളായ ഒരു മനുഷ്യന്മാർക്ക് വയറുണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ എപ്പം ഫിറ്റായി നടക്കണം. ബോഡിയൊക്കെ, ശരീരമൊക്കെ എപ്പോഴും ഫിറ്റായിട്ട് നടക്കണം. വേറെ വെച്ച് നടക്കരുത് നമ്മളപ്പോൾ. വേറെ വരാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഫുഡ് കൺട്രോൾ ചെയ്യൽ തന്നെയാണ്. ജിമ്മിന് പോയതുകൊണ്ടൊന്നും ആർക്കും വേറെ കുറയൊന്നുമില്ല. അങ്ങനെ ചെറുപ്പക്കാർ ജിമ്മിന് പോയാൽ വേറെ കുറയുന്നു, ജിമ്മിന് പോയാലൊന്നും വേറെ കുറയില്ല. വേറെ കുറയണമെങ്കിൽ ഭക്ഷണം തന്നെ കൺട്രോൾ ചെയ്യണം. വേറെ റസൂലുള്ള പഠിപ്പിച്ച ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ വേറെ വരാതെ ചെറുപ്പത്തിലേ മക്കളെ സൂക്ഷിക്കുക. അത് വളരെ ഈസിയാണ്.
ഇപ്പോൾ 25 വയസ്സാകുമ്പോഴേക്ക് ചെറുപ്പം നമുക്കൊക്കെ ബോധം വരും. പക്ഷേ വേറൊന്നും ഇതൊക്കെ കുറക്കണമല്ലോ. അപ്പോൾ വിചാരിച്ച 25 വർഷം വേണത് ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് കുറക്കണമെങ്കിൽ. കാരണം എന്താ, 25 വർഷം കൊണ്ടുണ്ടാക്കിയ വേറെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് കുറക്കണമെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും വേണ്ടി വരും. കാരണം ഇതിങ്ങനെ വലുതായി വീർത്ത് വരല്ലേ, ആ വീർത്തതിന് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരണ്ടേ. ഇപ്പോൾ ഗർഭിണികൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരുടെ വേറെ പ്രസവിക്കുമ്പോൾ വേറെ ഓട്ടോമാറ്റിക് കുറയും, എന്നാൽ ഫുള്ള് കുറയില്ല. അവർക്ക് ജന്മനായുള്ള വേറിലേക്ക് എത്തണമെങ്കിൽ കുറേ പണിയുണ്ട്. അപ്പോൾ അതേപോലെ ചെറുപ്പത്തിൽ മക്കൾ നല്ലോണം തീറ്റിക്കണ്ട, ഉമ്മമാരൊക്കെ നല്ലോണം തീറ്റിക്കും മക്കളെ. അത് വലിയ ഹൈറാണെന്ന് വിചാരിക്കൂ. കുറേ തിന്നുന്നത് ആരോഗ്യമാണെന്ന് ഉമ്മമാർ വിചാരിക്കുക. തെറ്റാണത്. തിന്നുന്നതിനനുസരിച്ച് മക്കൾ രോഗിയാകും. എത്ര കുറച്ച് തിന്ന് അത്ര മക്കൾ രക്ഷപ്പെടും, അത്ര മക്കൾക്ക് ആരോഗ്യം ഉണ്ടാവും. അതുകൊണ്ട് കുറേ തെറ്റിക്കണ്ട. ചെറുപ്പത്തിലേ മക്കളെ വേറൊന്നും വരാതെ നമ്മൾ ഫ്ലാറ്റായിട്ട് തന്നെ, പെണ്ണായാലും ആണായാലും ഫ്ലാറ്റായിട്ട് തന്നെ വളർത്തുക. ഒരു ഹരേ ഹച്ചിബു എന്ന ജപ്പാനിലെ ഒരു കോട്ടുണ്ട്. ഹരേ ഹച്ചിബു എന്ന് പറഞ്ഞാൽ 80% മുകളിൽ തിന്നരുത്. വേറിൻ്റെ 80% മുകളിൽ തിന്നാൻ പാടില്ല. അപ്പോൾ ഒരു നമ്മൾ തിന്ന് ഒരു പകുതി ആയും തോന്നിയാൽ വേറെ നിറയണ്ട, വിശപ്പ് മാറിയെന്ന് തോന്നി അപ്പം നിർത്തണം. അങ്ങനെ നിർത്തുന്നൊരു മനുഷ്യനും വേറെ വരൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഭക്ഷണമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. അള്ളാഹു നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. توفنا مسلمين وألحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا رب. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. ഇനിയുള്ള കാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഭക്ഷണം നൽകിയ വീട്ടുകാർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖങ്ങളും നൽകണേ റബ്ബേ. അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണേ റബ്ബേ. മക്കളിലും കച്ചവടങ്ങളിലും ബിസിനസ്സിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അവർക്ക് ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. കൊടിയമ്മ എന്ന് പറയുന്ന ഈ നാട് എപ്പോഴും മാനസികമായിട്ട് ബന്ധമുള്ളൊരു നാടാണ്. ചെറുപ്പത്തിലൊക്കെ പെരുന്നാളിന് നമ്മുടെ അനീഫിൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള പണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അള്ളാഹു നാട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നാട്ടിൽ കൃഷിയിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചോൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ശിഷ്ടകാലം തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ പടച്ചോനെ കൺകുളിർമയുള്ള മക്കളാക്കണേ റബ്ബേ. ചെറുപ്പക്കാരൊക്കെ ദീനിനോട് സ്നേഹമുള്ള ചെറുപ്പക്കാരാക്കണേ റബ്ബേ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അള്ളാഹ്. നാടിനും ദീനിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ. പടച്ചോനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. പടച്ചോനെ വിവാഹപ്രായമെത്തിയവർക്ക് കുഫൂത്ത ഇണകളെ നൽകണേ അള്ളാഹ്. കല്യാണം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. ഗർഭിണികളായ ആളുകൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين. الحمد لله.